നമ്മൾ ജീവിക്കുന്നത്. അതിനേറ്റവും വലിയൊരു ഉദാഹരണമാണ് ലോകാവസാനം അടുത്തുപോയി എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അഭിമന്യരായ തങ്ങളവറുകൾ ഇവിടെ പറഞ്ഞത്. നമ്മൾ ജീവിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ലോകത്താണ്. അഥവാ IT യുഗത്തിൽ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഗൂഗിളിന്റെയും യൂട്യൂബിന്റെയും ട്വിറ്ററിന്റെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് തന്നെ ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം നൂറ്റാണ്ടിൽ ഇലക്ട്രിക് യന്ത്രത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടില്ലാത്ത, ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊരു കാര്യത്തെ കുറിച്ച് ചിന്താമണ്ഡലത്തിലേക്ക് പോലും കടന്നു വന്നിട്ടില്ലാത്ത സ്വഹാബത്തിന്റെ മുമ്പിൽ ലോകാവസാനത്തിന്റെ അടയാളമാണ് ഈ ഇന്റർനെറ്റിന്റെ യുഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത്? അന്ന് കമ്പ്യൂട്ടർ ഇല്ല, മൊബൈൽ ഇല്ല, ഇലക്ട്രിക് യന്ത്രങ്ങളില്ല. എന്നാൽ 6-ാം നൂറ്റാണ്ടിൽ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ഒരു കാലഘട്ടം വരും, ഒരു സ്വഹാബത്തെ, ഒരു കാലഘട്ടം വരാനുണ്ട്, ഒരു കാലം വരാനുണ്ട്. എങ്ങനത്തെ കാലമെന്നറിയുമോ? ഒരാൾ നേരം വെളുത്താൽ ഒരു കളവുണ്ടാക്കും, നേരം വെളുത്താൽ ഒരു കളവുണ്ടാക്കും. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കളവ് പറയുമെന്നല്ല, കളവ് എഴുതുമെന്നുമല്ല. ഒരു കളവുണ്ടാക്കും, അത് ഏത് രൂപത്തിലുമാവാം. എഴുത്തിലൂടെയാകാം, അല്ലെങ്കിൽ ശബ്ദത്തിലൂടെയാകാം, അല്ലെങ്കിൽ ഫോട്ടോയിലൂടെയാകാം, അല്ലെങ്കിൽ വീഡിയോയിലൂടെയാകാം. ഏതെങ്കിലും ഒരു കോലത്തിൽ ഒരാൾ ഒരു കളവുണ്ടാക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കളവ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഒരു ഹറാം ഉണ്ടാക്കുമെന്നാണ്. ഏതെങ്കിലും രൂപത്തിൽ ഒരു ഹറാം ഉണ്ടാക്കും. എന്നിട്ടോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സെക്കൻഡുകളെ കൊണ്ട് അത് ചക്രവാളങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ്. സെക്കൻഡുകളെ കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അത് എത്തുന്നതാണ്. ആ വിധം ലോകം പുരോഗമിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണിത് പറയുന്നതെന്നറിയോ? മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് തന്റെ അനുയായികളിലേക്ക് എത്തണമെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യം മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ, അവിടെ സദസ്സിലില്ലാത്തവരിലേക്ക് എത്തണമെങ്കിൽ, യാ അല്ലാഹ്, ആഴ്ചകളും ദിവസങ്ങളും സമയമെടുക്കുമായിരുന്നു. ഒരാൾ പറഞ്ഞാലല്ലാതെ, ഒരാളുടെ വായിൽ നിന്നല്ലാതെ മറ്റൊരാളിലേക്ക് ആ കാര്യം വ്യാപിക്കുകയില്ല. ഒരാൾ പറഞ്ഞിട്ടല്ലാതെ രണ്ടാമതൊരാൾ ആ കാര്യം അറിയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നേരം വെളുത്ത ഒരാൾ ഒരു ഹറാം ഉണ്ടാക്കി, ഒരു കളവുണ്ടാക്കി. ആ ഉണ്ടാക്കിയ കളവ് സെക്കൻഡുകളെ കൊണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും അത് എത്തും. ഇത് റസൂലുള്ളാഹി പറയുന്നത് ഏത് കാലഘട്ടത്തിലാണെന്ന് ചിന്തിക്കണം. ഒരാൾ പറഞ്ഞ ഒരു കാര്യം അയാളിൽ നിന്നല്ലാതെ, അല്ലെങ്കിൽ ഒരാൾ കേട്ട ഒരു കാര്യം അയാൾ പറഞ്ഞാലല്ലാതെ മറ്റൊരാൾ അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, നേരം വെളുത്താൽ ഒരു ഹറാം നെയ്തുണ്ടാക്കിയിട്ട്, ഒരു ഹറാം എഴുതി ഉണ്ടാക്കിയിട്ട്, ഒരു ഹറാം വീഡിയോ ചെയ്തിട്ട്, ഒരു ഹറാം ഫോട്ടോ എടുത്തിട്ട്, ഒരു ഹറാം റെക്കോർഡ് ചെയ്തിട്ട്, ഒരു ഹറാം വോയിസ് ആക്കിയിട്ട് ഒരാൾ അതങ്ങ് വ്യാപിപ്പിക്കും, അതങ്ങ് പ്രചരിപ്പിക്കും. സെക്കൻഡുകളെ കൊണ്ടത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും അത് എത്തും. സ്വഹാബ,
ഈ ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന്, അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത് ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് ലൈവ് സംവിധാനത്തിലൂടെ എത്രയോ ആളുകൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. നോക്കണേ, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിനോട് പറയുകയാണ്. സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ലോകാവസാനം ആഗതമാകുന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്തെന്ന് നിങ്ങൾക്കറിയുമോ? ലോകാവസാനം വരാനിരിക്കുന്നു എന്നതിന്റെ, ലോകത്തിന് സമാപ്തി കുറിക്കാൻ പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം ഏതെന്നറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. ഞങ്ങൾക്കറിയില്ല നബിയേ, അല്ലാഹുവിനും അവന്റെ റസൂലിനുമല്ലാതെ അതറിയില്ല. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബ, എന്നെ നബിയായി നിയോഗിക്കപ്പെട്ടതാണ്, എന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ഖുതിമ ബി അന്നുബുവ, നുബുവത്ത് പരമ്പര എന്നെ കൊണ്ട് അവസാനിച്ചു എന്നുള്ളതാണ് ലോകത്തിന്റെ, ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളം. ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു പ്രവാചകന്റെ ആവശ്യം ലോകത്തില്ല. കാരണം ലോകാവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ പ്രവാചകനായി, അവസാനത്തെ നബിയായി എന്നെ അയക്കപ്പെട്ടു എന്നുള്ളതാണ് ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളമെന്ന് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1430 കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി ഇത് പറയുമ്പോ, മുഅ്മിനീങ്ങളെ, അവിടുന്ന് അങ്ങോട്ട് നമ്മൾ എത്രയോ നൂറ്റാണ്ടുകളാണ്, 1400-ൽ പരം കൊല്ലങ്ങളാണ് നമ്മൾ സഞ്ചരിച്ചത്. അപ്പോൾ ഖിയാമത്ത് നാൾ എത്ര ആഗതമായി എന്ന് നമുക്ക് തിരിച്ചറിയാമല്ലോ. ഒന്നും കൂടെ കേൾക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു തുണി കഷ്ണം എടുത്തിട്ട് അതിങ്ങ് കീറി, ഒരു തുണി കഷ്ണം എടുത്തിട്ട് 2 കഷ്ണമായി ഇങ്ങ് കീറി. അപ്പോൾ അതിലെ ഏതാനും നൂലുകൾ മാത്രം ബാക്കിയായി. ഒരു തുണി കഷ്ണം നമ്മളിങ്ങനെ കീറുമ്പോ അതിന്റെ നൂലുകൾ ഇങ്ങനെ, ചില നൂല് വേറിട്ട് പോരാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒന്ന് ഊഹിച്ചു നോക്കുക. ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഇങ്ങനെ കീറുമ്പോ അത് കീറി പറ്റ പറിച്ചെടുക്കരുത്. ചില നൂലുകൾ ഇങ്ങനെ എന്തായിട്ടുണ്ടാകും, ആ 2 കഷ്ണത്തെ ബന്ധപ്പെടുത്തിയിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലേ? നമ്മളെ ഭാഷ തമ്മിൽ ഒരുപാട് വ്യത്യാസം. ഞാൻ മലപ്പുറത്തുകാരനാണ്. ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഇജാത്തുവിന്റെ പജ്ജിന്റെ നെജ്ജുകൊണ്ട് കജ്ജിമ്മ ഉജ്ജുന്ന ആളുകളാണ് ഞങ്ങളെ ഭാഷ. നിങ്ങളെ ഭാഷയും എന്റെ ഭാഷയും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. കഴിവിന്റെ പരമാവധി ഞാൻ നിങ്ങളോട് യോജിച്ചുകൊണ്ട് പറയാൻ നോക്കും, എങ്കിലും വാക്കുകൾ എന്താകും, മാറിപ്പോകും. അതുകൊണ്ട് പൊരുത്തപ്പെട്ടേക്കണേ. ഞാൻ പറയുന്നതിനൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? ഒരു തുണിക്കഷ്ണം നമ്മൾ എടുത്തിട്ട് അതിങ്ങ് കീറുമ്പോ അതിലെ ചില നൂലുകൾ വേർപെട്ടു പോരാതെ ആ 2 കഷ്ണത്തെയും ഇങ്ങനെ ബന്ധിപ്പിക്കുന്നുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു തുണിക്കഷ്ണം ഇങ്ങനെ കീറി, എന്നിട്ട് അതിലേതാനും നൂലുകൾ ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ, ഈ തുണിക്കഷ്ണങ്ങളെ 2 വേർപെടുത്താൻ പ്രയാസമുണ്ടോ? ഈ 2 തുണിക്കഷ്ണത്തെയും ഇനി വേർപെടുത്തിയെടുക്കാൻ പ്രയാസമുണ്ടോ? സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്ത് പ്രയാസം? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
എന്ത് പ്രയാസം നബിയെ? ഒരു ചെറിയ കാറ്റടിച്ചാൽ ആ നൂലുകൾ വേർപെട്ടു പോകും, അതോടുകൂടെ ആ രണ്ട് കഷ്ണം തുണിയും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോകും. ചെറിയൊരു അനക്കം, ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി ആ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ഈ രണ്ട് തുണിക്കഷ്ണത്തെ ഈ നൂൽബന്ധങ്ങൾ എങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നുവോ അതുപോലെയാണ് ഞാനും ഖിയാമത്ത് നാളുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ അത്രത്തോളം ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട സ്വഹാബ, എന്റെ ഈ രണ്ട് വിരലുകൾ, മുത്തുനബി വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, സ്വഹാബ, ഇതുപോലെയാണ് ഞാനും ഖിയാമത്ത് നാളും തമ്മിലെന്ന്. അഥവാ ഇത്ര അടുത്ത ബന്ധമാണ് ഞാനും ഖിയാമത്ത് നാളും തമ്മിലെന്ന്. ഇത്ര വ്യത്യാസമേ ഉള്ളൂ എന്റെ പ്രവാചകത്വവും ഖിയാമത്ത് നാളും തമ്മിലെന്ന് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കണം, ഖിയാമത്ത് നാൾ നമ്മളോട് ഒരുപാട് അടുത്താണുള്ളത്. നമ്മൾ അറിഞ്ഞതിലും നമ്മൾ ചിന്തിച്ചതിലും എത്രയോ അടുത്താണ് ഖിയാമത്ത് നാൾ ഉള്ളത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. നോക്കണേ ഖുർആനിന്റെ പ്രയോഗം, ഇഖ്തറബത്തിസ് സാഅതു, ലോകാവസാനം അടുത്തു. അടുക്കുമെന്നല്ല, ലോകാവസാനം അടുത്തു. വൻശഖൽ ഖമർ, അതിന്റെ മുന്നോടിയായി, അതിന്റെ അടയാളം എന്നോണം വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു. ആലോചിക്കണേ, മുത്തായ റസൂലുള്ളാഹി പറഞ്ഞില്ല ചന്ദ്രൻ പിളരുമെന്ന്. ലോകാവസാനമാകുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ല ലോകാവസാനം അടുക്കുമ്പോൾ ചന്ദ്രൻ പിളരുമെന്ന് പറഞ്ഞില്ല. ഇഖ്തറബത്തിസ് സാഅതു, ലോകാവസാനം അടുത്തു. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു. ചന്ദ്രൻ പിളർന്നു. ചന്ദ്രൻ പിളർന്നു അല്ലേ? എന്ന് തന്നെ പിളർന്നു. നിങ്ങൾ പറയേ, നമ്മളിങ്ങനെ കഥ കേട്ടിരിക്കാനാണ് ഇവിടെ LCD പ്രൊജക്ട് വെച്ചാൽ പോലെ അല്ലേ? ഒരു കൊടുക്കല് വാങ്ങല് വേണ്ടേ നമ്മളെ സദസ്സിന്? അപ്പോഴല്ലേ സദസ്സിന് ഒരു റാഹത്ത് ഉണ്ടാവുള്ളൂ. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. എന്നേ പിളർന്നത്? മക്കക്കാര് വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, മുഹമ്മദേ, ആ കാണുന്ന ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചു തന്നാൽ, ആകാശത്ത് മിന്നിത്തിളങ്ങി ലോകത്തിന് മുഴുവൻ നിലാവട്ടം പകരുന്ന ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചു തന്നാൽ നീ ഒരു പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചേക്കാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവോട് ദുആ ചെയ്തു. ചന്ദ്രൻ രണ്ട് പിളർപ്പായിട്ട് മക്കയുടെ രണ്ട് ഭാഗങ്ങളിലേക്ക് മാറിപ്പോയി. രണ്ട് ഭാഗങ്ങളിലേക്ക് ചന്ദ്രൻ രണ്ട് പിളർപ്പായിട്ട് മാറി. ആ പിളർന്ന രംഗം കൊടുങ്ങല്ലൂർ സാമൂതിരി രാജാവ് കണ്ടപ്പോഴാണല്ലോ മഹാനവറുകൾ ഇസ്ലാം അന്വേഷിച്ചുകൊണ്ട് അറേബ്യയിലേക്ക് പോയത്. മഹാനവറുകൾ മുസ്ലിമായത് സലാലയിൽ വെച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ചന്ദ്രൻ പിളർന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ആദ്യമായി ചന്ദ്രനിലേക്ക് കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് എന്ന മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞല്ലോ, ഞാൻ ചന്ദ്രനിലേക്ക് ചെന്നപ്പോൾ പിളർന്നതിന് ശേഷം ഒട്ടിച്ചേർന്ന ഒരു അടയാളം ചന്ദ്രനിൽ ഞാൻ കണ്ടു എന്ന്. അതെന്നെ അത്ഭുതപ്പെടുത്തി എന്ന് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. ഞാൻ ചന്ദ്രനിൽ ചെന്നപ്പോൾ രണ്ടായി പിളർന്നു മാറിയതിന് ശേഷം ഒട്ടിച്ചേർന്ന അടയാളങ്ങൾ ഞാൻ ചന്ദ്രനിൽ കണ്ടു. അതെന്നെ അത്ഭുതപ്പെടുത്തി എന്ന്. ഏതാണ് ആ അടയാളം സഹോദര? ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെയുള്ള മുശ്രിക്കീങ്ങൾക്ക് അവിടുത്തെ മുഅ്ജിസത്തായിട്ട് കാട്ടിക്കൊടുത്തതാണ്. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ഒരേ കാര്യങ്ങൾ വാദിക്കുന്ന, ഒരേ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന രണ്ട് കൂട്ടം ആളുകൾ ഒരേ കാര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയും രണ്ട് കൂട്ടത്തിൽ നിന്നും ഒരുപാട് ആളുകൾ വധിക്കപ്പെടുകയും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു കാലം വന്നാൽ നിങ്ങൾ ഖിയാമത്ത് നാള് പ്രതീക്ഷിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ മുദ്രാവാക്യം മുഴക്കുന്ന രണ്ട് വിഭാഗം ആളുകൾ. രണ്ടൂട്ടക്കാരും പറയുന്ന ഒരേ മുദ്രാവാക്യം, രണ്ടൂട്ടക്കാരും യുദ്ധം ചെയ്യുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി. എന്നിട്ടോ രണ്ട് കൂട്ടക്കാരിൽ നിന്നും ഒരുപാട് ആളുകൾ വധിക്കപ്പെടുന്നു, ഒരാൾക്കും വിജയം ലഭിക്കുകയുമില്ല. അങ്ങനൊരു യുദ്ധം ലോകത്ത് നടന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഏതേ മുഅ്മിനയാ യുദ്ധം എന്നറിയുമോ? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ യുദ്ധം സിഫീൻ യുദ്ധമാണ്. ഒരു ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു, എതിർഭാഗത്ത് മുആവിയ റളിയല്ലാഹു അൻഹു. പടച്ചവനെ, ഒരു ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു ആണ്, എതിർഭാഗത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. രണ്ട് കൂട്ടരും വാദിക്കുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രണ്ടാളുകൾ യുദ്ധം ചെയ്യുന്നത് ഒരേ ലക്ഷ്യത്തിനാണ്. എന്താ ലക്ഷ്യം? അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്തണം. രണ്ട് കൂട്ടക്കാരും പരസ്പരം യുദ്ധം ചെയ്യുന്നു. എന്തിന്? അലി തങ്ങൾ വാദിക്കുന്നു അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്തണമെന്ന്, മുആവിയ തങ്ങളും വാദിക്കുന്നു അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്തണമെന്ന്. രണ്ട് കൂട്ടരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. ഇങ്ങനൊരു യുദ്ധം നടന്നു, ഒരുപാട് ആളുകൾ വധിക്കപ്പെട്ടു. രണ്ട് ഭാഗത്തു നിന്നുമായ ആയിരക്കണക്കിന് സ്വഹാബികൾ വധിക്കപ്പെട്ടു. സ്വഹാബികൾ വധിക്കപ്പെട്ടപ്പോൾ രണ്ട് കൂട്ടക്കാരും യുദ്ധം നിർത്തി. ആർക്കും വിജയമുണ്ടായില്ല. മഹദിയായ ആയിഷ ബീവി പറയുന്നുണ്ട്, ഇതാണ് റസൂലുള്ളാഹി ഖിയാമത്ത് നാളിന്റെ അടയാളമായി പറഞ്ഞ ആ യുദ്ധമെന്ന് അതുവരെ സംഭവിച്ചു. ഇതൊക്കെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ഹബീബിന്റെ വഫാത്തിന് ശേഷവും സംഭവിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലോകാവസാനമാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുമെന്ന്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമെന്ന്. ആ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഖിയാമത്ത് നാള് പ്രതീക്ഷിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് മുഅ്മിനെ? നമുക്കൊന്ന് ഓരോന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകൃതി സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി പ്രകൃതി സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുടുംബപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മതപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ, നമുക്ക് ഓരോന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായി പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പക്ഷെ ഈ കാലഘട്ടത്തിന് നമുക്കിടയിൽ അനുയോജ്യമായ ഏതാനും കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്നാമത് കേട്ടോളൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
പ്രകൃതിയുടെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബ, പടപ്പുകളുടെ പ്രവർത്തനങ്ങൾ പാപപങ്കിലമാകുമ്പോൾ പ്രകൃതി പോലും അതിനെതിരെ പ്രതികരിക്കുന്നതാണ്. ഈ പ്രകൃതിയുടെ സ്വഭാവത്തിന് മാറ്റം വരുമെന്ന് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മാറ്റം വരുന്നതെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വഹാബത്ത്, സൂര്യൻ ഭൂമിയോട് അടുത്തടുത്ത് വരുന്നതാണ്. സൂര്യൻ ഭൂമിയോട് അടുത്തടുത്ത് വരും. അതിശക്തമായ ചൂടിനാൽ മനുഷ്യർ രോഗികളായി തീരും. സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ മനുഷ്യരിൽ രോഗികളായി തീരും. വേനൽക്കാലത്തും മഴ പെയ്തിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കും. മഴ കിട്ടാതെ അവർ നരകിക്കുമെന്ന് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമാണോ? ആണോ? സംഭവിച്ചോ അല്ലേ? നിങ്ങൾ പറ. 2 ദിവസമായിട്ട് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? ഏതാനും ദിവസങ്ങളിൽ അതിശക്തമായ ചൂട് ഉണ്ടാകും. അല്ലേ? കഠിനമായ ചൂട് കേരളത്തിൽ ഉണ്ടാവാൻ, കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചൂടിലേക്ക് ചൂട് അനുഭവപ്പെടാൻ പോവുകയാണെന്ന് മുന്നറിയിപ്പ്, കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. ചിന്തിക്കണേ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൂര്യൻ ഭൂമിയോട് അടുത്തടുത്ത് വരും. നോക്കണേ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വറഫഅഹാ വവളഅൽ മീസാൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വറഫഅഹാ, ആകാശത്തെ അല്ലാഹു ആവശ്യമായ തോതിൽ ഉയർത്തിയിട്ടുണ്ട്. വവളഅൽ മീസാൻ, ഈ ഭൂമിയെ അല്ലാഹു, ഭൂമിയിലുള്ള പ്രകൃതിയെ അല്ലാഹു സമതന്തുലിതമായ അവസ്ഥയിൽ വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. ഏത് സൂറത്തിലാന്ന് ഓർമ്മയുണ്ടോ? ورفعها ووضع الميزان وأقيم الوزن بالقسط ولا تخسروا الميزان. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു തആല പറഞ്ഞു, ഈ ഭൂമി, ആകാശത്തെ ഭൂമിയിൽ നിന്ന് അല്ലാഹു ആവശ്യമായ ഉയരം നൽകിയിട്ടാണ് ഉയർത്തിയത്. എന്നിട്ടോ വവളഅൽ മീസാൻ, ഈ ഭൂമിയുടെ പ്രകൃതിയെ അല്ലാഹു സംവിധാനിച്ചത് ഒരു തുലാസിന് സമാനമായിട്ടാണ്. അഥവാ മനുഷ്യന് താമസിക്കാൻ അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് പടച്ച തമ്പുരാൻ ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഭൂമിയേക്കാൾ, ഭൂമിയുടെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഗോളങ്ങളും ഉപഗോളങ്ങളും ഗാലക്സികളും ഉണ്ടല്ലോ ലോകത്ത്. അതിലൊന്നും പടച്ച റബ്ബ് മനുഷ്യവാസം സംവിധാനിച്ചില്ല. മനുഷ്യനെ അല്ലാഹു താമസിപ്പിച്ചത് ഭൂമിയിലാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു ഭൂമിയിൽ മനുഷ്യനെ താമസിപ്പിച്ചത്? മനുഷ്യ ജീവന് ആവശ്യമായ, മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു കാലാവസ്ഥയാണ് ഭൂമിയിൽ ഉള്ളത്. ആവശ്യമായ തണുപ്പ്. ചിന്തിക്കണേ. ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലേ? അല്ലേ? നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നിങ്ങനെ തോന്നാണ്. ആവശ്യമായ തണുപ്പ്. തണുപ്പെങ്ങാനും ഓവറായി പോയാൽ എന്താവും? മനുഷ്യന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അല്ലേ? നമുക്ക് സഹിക്കാവുന്നതിലപ്പുറം തണുപ്പ് ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കമ്പിളി പുതപ്പോ അതും ഇതൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാലോ തണുത്തിട്ട് മനുഷ്യന്മാര് മരിക്കണില്ലേ? തണുപ്പ് ഓവറായിട്ട് മനുഷ്യന്മാര് മരിക്കുന്നില്ലേ? എന്നാ ഇനി ചൂട് ഓവറായാലോ അത് സഹിക്കാൻ പറ്റും. അല്ലേ? നമ്മളെ സ്വഭാവം എന്താണെന്നറിയോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്വഭാവം ഒന്ന് തണുത്താ നമുക്ക് തോന്നും, ഈ പണ്ടാരം തണുപ്പൊന്ന് മാറിയിട്ടൊന്ന് ചൂട് വന്നെങ്കിൽ. അല്ലേ? ചൂട് വന്നാൽ നമുക്ക് തോന്നും, അല്ല ഈ ചൂടൊന്ന് മാറി തണുപ്പ് കിട്ടിയാൽ മതിയായിരുന്നു. അല്ലേ? വെയിലുദിച്ചാ നമ്മൾ പറയും ഒരു മഴ പെയ്തെങ്കിൽ, ഒറ്റ മഴ പെയ്താൽ മതി നമ്മൾ പറയും പണ്ടാരടക്കിയത് ഇതൊന്ന് മാറി കിട്ടിയ വെയിലിനെ നന്നായി. അല്ലേ? മനുഷ്യന് ഒരു അവസ്ഥയെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല,
ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ അള്ളാഹു എല്ലാം പാകത്തിനാക്കി വെച്ചു. പാകത്തെ തണുപ്പ്, ഒരു 1-2-3 മാസം തണുപ്പൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ചൂട് വരും, മഴ വരും, വെയില് വരും, മഞ്ഞ് വരും. ഇങ്ങനെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ ഇവിടെ നല്ല റാഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ചു. അല്ലെ, അള്ളാഹു സംവിധാനിച്ചു വെച്ചു. ഒരു പക്ഷേ കാസർഗോട്ടേക്ക് വയനാട്ട് പോയാൽ അവിടുത്തെ തണുപ്പ് സഹിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, അല്ലെ, തണുപ്പുള്ള ദിവസങ്ങളിലൊക്കെ. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്താവേണ്ടി വരും? ആ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ തണുപ്പ് ഉൾക്കൊള്ളാൻ പറ്റാതെ ജലദോഷം വരും, പനി വരും. എന്തേ? അത് നമുക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യമല്ല അവിടെ ഉള്ളത്. എന്നാൽ അവിടെ ഉള്ളവർക്ക് ആ തണുപ്പ് ഒരു തണുപ്പായിട്ട് തോന്നൂല്ല. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയെ ഒരു തുലാസ് പോലെയാണ് അല്ലാഹു വെച്ചത്, അല്ലേ? അതിലുള്ള തൂക്കം സമമാണ്. ആവശ്യത്തിനാണ് മഞ്ഞും മഴയും തണുപ്പും വെയിലും കാറ്റും എല്ലാം അല്ലാഹു സംവിധാനിച്ചത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഈ സമതന്തുലിതമായ അവസ്ഥയെ നിങ്ങൾ നല്ല നിലക്ക് നിലനിർത്തി പോരണേ. അല്ലാഹു പറഞ്ഞു, ഇവിടെ ആവശ്യമായ മരങ്ങൾ വേണം. ആ മരങ്ങൾ അമിതമായി മുറിച്ചു മാറ്റല്ലേ. ഭൂമിയോട് നിങ്ങൾ നീതിയോടുകൂടെ പെരുമാറണേ എന്നാണ്. ഈ പ്രപഞ്ചത്തോട്, ഈ പ്രകൃതിയോട് നിങ്ങൾ നീതി കാണിക്കണേ. അഥവാ ഈ പ്രകൃതിയെ നിങ്ങൾ നശിപ്പിക്കല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകാവസാനമാകുമ്പോൾ മരങ്ങൾ വെട്ടിമുറിക്കപ്പെടുകയും വെള്ളത്തടാകങ്ങൾ മണ്ണിട്ട് മൂടുകയും കൃഷികളെ നിരപ്പാക്കപ്പെടുകയും കുന്നുകൾ നിരത്തപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയോട്, പ്രകൃതിയോട് നിങ്ങൾ നീതിയോടെ പെരുമാറണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലോകാവസാനമാകുമ്പോൾ വെള്ളത്തടാകങ്ങൾ മണ്ണിട്ട് മൂടുമെന്ന്. വെള്ളത്തടാകങ്ങൾ മണ്ണിട്ട് മൂടും. കേരളത്തിൽ പ്രളയം വന്നു, നമ്മൾ പറഞ്ഞു പുഴയൊക്കെ കരകവിഞ്ഞൊഴുകി എന്ന്. കാസർഗോട്ടിൽ പിന്നെ ഏതായാലും അൽഹംദുലില്ലാഹ് അന്ന് രക്ഷപ്പെട്ടു, അല്ലേ? പ്രളയം ബാധിച്ചില്ല, ഏതായാലും അൽഹംദുലില്ലാഹ്. നമ്മൾ പറഞ്ഞു പുഴയൊക്കെ കരകവിഞ്ഞൊഴുകി എന്ന്. സത്യത്തിൽ പുഴ കരകവിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ ആർത്തിയാണ് അവിടെ സംഭവിച്ചത്. എന്തേ? പുഴക്ക് പണ്ടേ ആ വീതി നീളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മനുഷ്യൻ അവന്റെ ആർത്തി കൊണ്ട് പുഴയെ അവന്റെ ഭൂമിയാക്കി മതില് കെട്ടി, വേലി കെട്ടി മനുഷ്യൻ തിരിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലെ? അഥവാ പുഴയിൽ വെള്ളം കുറഞ്ഞപ്പോ നമ്മൾ ആ ഭാഗത്ത് നമ്മൾ അതിർത്തി കെട്ടി, എവിടെ മതില് കെട്ടി, അത് നമ്മുടെ ഭൂമിയിലേക്ക് പലരും ഇങ്ങ് ചേർത്ത് പിടിച്ചു. അപ്പോ കുറച്ച് മഴ അങ്ങോട്ടോ അമിതമായിട്ട് പെയ്തപ്പോ ഭൂമിക്കെന്ന് പുഴക്കെന്തായി വെള്ളം ഒഴുക്കാൻ സ്ഥലമില്ലാതെയായി. അത് മുമ്പ് ഒഴുകിയിരുന്ന ഭാഗത്തു കൂടെ കണ്ട് ഒഴുകിയപ്പോ നമ്മൾ പറഞ്ഞു പുഴ കരകവിഞ്ഞു. പുഴ കരകവിഞ്ഞിട്ടില്ല, നമ്മൾ ആർത്തിയാണ് കരകവിഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? തിരിഞ്ഞോ? പുഴന്റെ റൂട്ട് കൂടെ തന്നെയാണ് പോയത്. പക്ഷെ നമ്മൾ പുഴയിൽ വീട് കെട്ടി കൃഷി ചെയ്തു, കോൺക്രീറ്റ് കാടുകൾ നമ്മൾ അവിടെ ഉണ്ടാക്കിയപ്പോ നമ്മൾ പറഞ്ഞു പുഴ കരകവിഞ്ഞൊഴുകി. ആലോചിക്കണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെള്ള തടാകങ്ങൾ മണ്ണിട്ട് മൂടുമെന്ന്. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളുകൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ചെറുപ്പകാലത്ത് നീന്തൽ പഠിച്ച അല്ലെങ്കിൽ ചാടിക്കുളിച്ച കുളങ്ങൾ പലതും ഇന്നുണ്ടോ? ഇല്ല. അവിടെയൊക്കെ ഇന്ന് കാണുന്നത് ഒരു പക്ഷെ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, അതല്ലെങ്കിൽ അതൊക്കെ മണ്ണിട്ട് മൂടിപ്പോയ കാഴ്ചകളാണ്, അല്ലെ? പല പള്ളികളിലും വരെ എന്തുണ്ടായിരുന്നു? ഇറങ്ങിയിട്ട് വുളു എടുക്കാനുള്ള നല്ല കൽപ്പടവുകൾ കെട്ടിയ കുളങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെ? കാലങ്ങൾ ഒന്നും കൂടെ പുരോഗമിച്ചപ്പോ അതൊക്കെ എന്തായി?
മണ്ണിട്ട് മൂടി. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന പ്രായമായ ആളുകൾ നല്ലോണം കോരിച്ചൊരിയുന്ന മഴയും അതുപോലെ നിറഞ്ഞൊഴുകുന്ന പുഴയും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന പാടങ്ങളൊക്കെ നല്ല സുന്ദരമായി കണ്ടു അല്ലേ? എന്നെ പോലത്തെ ഒരു 10, 32, 35 വയസ്സിലേക്ക് പ്രായമെത്തിയവർ വെള്ള ടാങ്കിയിലും വെള്ള കുപ്പിയിലുമായിട്ടാണ് വെള്ളം കണ്ടത് അല്ലേ? കോരുന്ന കിണറുകൾ ഇല്ലാതെയായി. നമ്മുടെ ഇപ്പത്തെ പെൺകുട്ടികളോട് നിങ്ങൾ വെള്ളം കോരാൻ പറഞ്ഞു നോക്കി, കിണറിൽ നിന്ന് വെള്ളം കോരാൻ പറഞ്ഞു നോക്കി. അതുപോലെ ഇങ്ങനെ സിംഗിൾ ഡാൻസ് കളിക്കണാണ്. അതുകൊണ്ട് അല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അമ്മിമൊന്ന് അരക്കാൻ പറഞ്ഞു നോക്കി, അമ്മിക്കുട്ടി ഇങ്ങനെ പിടിച്ചിട്ട് കുറുക്കന്റെ കയ്യിൽ ആമല കിട്ടിയ പോലെ അങ്ങ് നിൽക്കുന്നുണ്ട്. അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആണല്ലോ അല്ലേ? നമ്മളുടെ പഴമക്കാരായ ആളുകൾ പുഴയിലും തോട്ടിലും പാടത്തും വെള്ളം കണ്ടു. ഇന്നത്തെ യുവത്വങ്ങൾ വെള്ള ടാങ്കികളിൽ വെള്ളം കണ്ടു. എന്നാൽ ഇനി വരുന്നവർ ഒരു പക്ഷെ വെള്ളം കണ്ടു എന്ന് തന്നെ വരില്ല. വെള്ളമില്ലാതെയായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, വെള്ള തടാകങ്ങൾ മണ്ണിട്ട് മൂടുമെന്ന്, കാടുകൾ വെട്ടി നശിപ്പിക്കുമെന്ന്. അല്ലെ, കാടുകളൊക്കെ വെട്ടി തുടങ്ങി. സകല മരങ്ങളും, നമ്മളൊക്കെ പറമ്പിൽ എത്ര തേക്കും പ്ലാവും മാവും തെങ്ങും ഉണ്ടായിരുന്നു. ഇന്നോ ചക്ക വരെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നില്ലേ മുഅ്മിനീങ്ങളെ? പണ്ടൊക്കെ നമ്മളാ വീട്ടുമുറ്റത്ത് ആ വരിക്കപ്ലാവിന്റെ ചക്ക, അതിന്റെ ചുളന്റെ ഉള്ളിന്ന് വരുന്ന ആ തേനും രുചിയും ഒക്കെ യാ അല്ലാഹ് എന്തൊരു രസായിരുന്നു. ഇപ്പത്തെ അവസ്ഥ ചക്ക പൈസ കൊടുത്ത് വാങ്ങണം, മാങ്ങ പൈസ കൊടുത്ത് വാങ്ങണം. കണ്ണിമാങ്ങന്റെ അച്ചാറ് പെമ്പർന്നോക്ക് പള്ളിയിലാണ്, ഓൾക്കൊരു രസത്തിന് കണ്ണിമാങ്ങന്റെ അച്ചാർ ഇടണമെങ്കിൽ ഏതെങ്കിലും കടയിൽ പോയിട്ട് കാശ് കൊടുത്തിട്ട് വാങ്ങണം. എല്ലാ മരങ്ങളും കാടുകൾ നശിപ്പിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കൃഷിയിടങ്ങളെല്ലാം നിരത്തപ്പെട്ടു. കൃഷിയിടങ്ങളൊന്നും ഇല്ലപ്പോ. പണ്ടൊക്കെ ഇങ്ങനെ നല്ല പച്ച പരവതാനി വിരിച്ച പോലെ പാടങ്ങൾ ഉണ്ടായിരുന്നു, നെല്ലുണ്ടായിരുന്നു, കപ്പ കൃഷികൾ ഉണ്ടായിരുന്നു, ചേമ്പും ചേനയും കൃഷി ചെയ്തിരുന്നു. ഇന്നോ കേരളക്കാരന് അരി തിന്നണമെങ്കിൽ ആന്ധ്രയിൽ നിന്ന് അരി വരണം. ആന്ധ്രക്കാരൻ തീരുമാനിച്ചു കേരളത്തിക്ക് അരി കൊടുക്കൂല എന്ന് തീരുമാനിച്ചാൽ കേരളക്കാരൻ അന്നം മുട്ടിപ്പോവും. പണ്ടോ നമ്മളെ വീടിന്റെ പത്തായത്തിലുണ്ടായിരുന്നു ഒരു 3 കൊല്ലം തിന്നേണ്ട അരിയുണ്ടായിരുന്നു, നെല്ലുണ്ടായിരുന്നു. ചാക്കിൽ കെട്ടിവെച്ചിട്ട് രാത്രിക്ക് ചോറ് വെക്കണമെങ്കിൽ ഉമ്മ അസറാകുമ്പോൾ നെല്ല് കുത്തിയിട്ട് അരിയാക്കിയിരുന്ന ഒരു വല്ലാത്തൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. നിങ്ങളെന്താ ഇതൊന്നും നമ്മൾക്ക് അറിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അറിയില്ലേ? മനസ്സിലായില്ലേ? നെല്ല് കുത്തുക പറഞ്ഞ മനസ്സിലായി. ഒരലിലും കുന്താണിയിലൊക്കെ ഇട്ടുങ്ങാണ്ട് ഉമ്മാരെന്ത് ചെയ്യും? ഒരലും കുന്താണിയും പറഞ്ഞ ഞങ്ങൾ നിന്റെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞതാട്ടോ ഞാൻ. യാ റബ്ബേ, എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ പൊരുത്തപ്പെട്ടോളേ. നെല്ലൊക്കെ കുത്തുന്ന സാധനം അല്ലേ, അതിലിട്ടുങ്ങാണ്ട് കുത്തുമ്പോ ഉമ്മാരിങ്ങനെ ആ ഓരോ കുത്തലിനും സുബ്ഹാനല്ലാഹ് 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 എന്നാ പറയാ. പക്ഷെ ഇത് കേട്ടിരിക്കണ ചെറിയ കുട്ടികളുണ്ടാവും, ഓലി സൂ എന്ന് മാത്രമേ കേൾക്കുള്ളൂ, സുബ്ഹാനല്ലാഹ് കേൾക്കൂല. അപ്പൊ അവരെന്ത് ചെയ്യുന്ന അറിയോ? ഓല കാലത്ത് വന്നപ്പോ സൂ എന്നാണ് കുത്താൻ തുടങ്ങി. ചില പെണ്ണുങ്ങൾ അലക്കുമ്പോ കണ്ടുകണ സോപ്പ് ഇങ്ങനെ തേക്കുണ്ടാവും, ഇങ്ങനെ പറയുന്നുണ്ടാവും. എന്തിത്ത എന്ന് പറയുന്നത് അസല. മരം വണ്ടി കയറ്റുമ്പോ അല്ലെ, മരങ്ങളൊക്കെ വണ്ടി കയറ്റുമ്പോ ഇത് തള്ളുന്ന ആളുകൾ പറയും ഏലയ്യ. ഇതായിരുന്നു. ഇതൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ അതൊക്കെ പോയി, അതിന്റെയൊക്കെ പേരും മാറി, വേർഷം മാറി, അതൊക്കെ വേറെന്തൊക്കെയോ ആയി മാറി. എന്നിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ആ നല്ല കാലമൊക്കെ പോയി. നെല്ലില്ല, കൃഷികളില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി
ആലിഹി വസഹ്ബിഹി വസല്ലം കുന്നുകൾ നിരത്തപ്പെടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുന്നുകൾ നിരത്തപ്പെടും. ജെസിബി എങ്ങാനും ഒരു മൃഗാണെങ്കിൽ അതിന്റെ പേര് ദാബത്തുൽ അർള് എന്നാവുമായിരുന്നു ഉറപ്പാണ്. ജെസിബി ഒരു മൃഗാണെങ്കിൽ അതൊരു വണ്ടി ആയതുകൊണ്ട് നമുക്ക് ജെസിബി എന്ന് പറയാം. അതൊരു മൃഗാണെങ്കിൽ അത് ദാബത്തുൽ അർള് എന്ന് ഉറപ്പാണ്. കാരണം എന്തേ, ലോകാവസാനം ആകുമ്പോൾ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞ സാധനം വരുന്ന ഹബീബായ മുത്തുനബി പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഭൂമി മുഴുവനും അത് പടക്കാക്കുമെന്ന് പറഞ്ഞു. ഈ സാധനം കൊണ്ട് കാട്ടിക്കൂട്ടുണ്ട് സകല ഭൂമി പടക്കാക്കലല്ലേ അല്ലേ? ആലോചിച്ച് നോക്കിയ സകലയിടത്തും കുന്ന് മുഴുവൻ നിരത്തി ഈ നിരത്തിയോടത്ത് നിർത്തിയല്ല, അത് മുഴുവൻ ഉണ്ടാക്കാനും തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രകൃതിയിൽ സംഭവിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ വയഖില്ലുൽ മത്റു മഴ കുറഞ്ഞു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ മുത്തുനബി സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, സ്വഹാബ, സൂര്യന് താഴെ, ആകാശത്തിന് താഴെ, ഭൂമിക്ക് മുകളിലായി അല്ലാഹു ഒരു സംരക്ഷണത്തിന്റെ കവചം ഒരുക്കിയിട്ടുണ്ട്. ആ കവചം എങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ സൂര്യന്റെ ചൂട് നേരെ ഭൂമിയിലേക്ക് സംഭവിക്കും. നേരെ ഭൂമിയിലേക്ക് സൂര്യന്റെ ചൂട് സംഭവിച്ചാൽ സഹിക്കാൻ പറ്റാത്ത മാരകമായ രോഗങ്ങൾ ഉണ്ടായി തീരുമെന്ന് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാല് നമ്മൾ പറയേണ്ട പേരെന്താണെന്നറിയോ? മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംശയവുമില്ല, ലോകത്തെ ഏറ്റവും വലിയ ഭൗമശാസ്ത്ര പണ്ഡിതൻ, ഗോളശാസ്ത്ര പണ്ഡിതൻ, വൈദ്യശാസ്ത്ര പണ്ഡിതൻ, സയൻസും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം പഠിച്ച ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ ഉടനെ പറഞ്ഞോളമാര് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണെന്നറിയോ? ഹബീബായ മുത്തുനബി പറയാണ്, ഭൂമിക്ക് മേലെ ആകാശത്തിന് താഴെയായിട്ട് ഒരു സംരക്ഷണ പ്രതലം അല്ലാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. ഏതാണ് അതെന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം. 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ഓസോൺ പാളികൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു സാധനം എവിടെയുണ്ട്? ഭൂമിക്ക് മേലെ. സൂര്യന്റെ ചൂടിനെ കൺട്രോൾ ചെയ്യലാണ് മൂപ്പര പണി. മൂപ്പര ദൗത്യം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ചൂടിനെ കൺട്രോൾ ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഭൂമിയിലേക്ക് എത്തിക്കുക. ഇതാണ് ഓസോൺ പാളികൾ. ഇങ്ങനെ ഒരു പ്രതലം ഭൂമിക്ക് മേലെ ഉണ്ടെന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രതലത്തിന് ദ്വാരങ്ങൾ വീഴുന്നതാണ്. എങ്ങനെയാണ് ദ്വാരങ്ങൾ വീഴുന്നത്? ഭൂമിയിൽ വിഷ ഫാക്ടറികൾ ഉണ്ടായപ്പോ ഒരുപാട് വിഷലിപ്തമായ വാതകങ്ങൾ പുറത്തേക്ക് തള്ളുന്ന ആണവ റിയാക്ടറുകളും ഫാക്ടറികളും ഭൂമിയിൽ വന്നപ്പോ ആ ഭൂമിയിൽ നിന്ന് വിഷകരമായ വായുവാണ് ആകാശത്തേക്ക് ഉയരുന്നത്. വിഷകരമായ വായു തട്ടിയിട്ട് ഓസോൺ പാളികൾക്ക് വിള്ളലേറ്റു, ദ്വാരങ്ങൾ വീണു. ആ ദ്വാരങ്ങളിലൂടെ സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് നേരെ പതിക്കാൻ തുടങ്ങി. ആ നേരെ പതിച്ചപ്പോൾ ഭൂമിയിൽ ഒരുപാട് രോഗങ്ങൾ വന്നു. നമ്മൾ പറയില്ലേ സൂര്യാഘാതമേറ്റു അല്ലേ? പത്രത്തിൽ കാണാം പാലക്കാട് ജില്ലയിൽ 3 ആളുകൾക്ക് സൂര്യാഘാതമേറ്റു. എന്താ ഈ സൂര്യാഘാതം എന്ന് പറഞ്ഞാൽ? സൂര്യന്റെ ചൂട് അല്ലാഹു ആ ഓസോൺ പാളികൾ തകർന്നിട്ട് സൂര്യന്റെ ചൂട് നേരിട്ട് ഒരു മനുഷ്യന്റെ ദേഹത്തങ്ങ് പതിക്കുക. പടച്ച റബ്ബ് അങ്ങനത്തെ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിച്ചോളൂ, ഇതൊക്കെ ഭൂമിയിൽ സംഭവിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മനുഷ്യന്മാരെ, നിങ്ങൾ ഭൂമിയിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ മനുഷ്യന്മാരെ പ്രവർത്തന ഫലമായിട്ട് ഭൂമിയിൽ കടലിലും കരയിലും ഫസാദ് വ്യാപിക്കുമെന്ന് ഹബീബായ അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമായ ഖുർആൻ. മനുഷ്യന്മാരെ ചെയ്തുകൊണ്ടാണ്, മനുഷ്യന്മാരെ പ്രവൃത്തി കൊണ്ടാണ് ഈ കോലത്തിൽ ഭൂമി നശിച്ചത്, പ്രകൃതി നശിച്ചത് അല്ലേ? ആലോചിച്ച് നോക്കിയേ, വിഷമില്ലാത്ത എന്തെങ്കിലും ഇന്ന് തിന്നാൻ കിട്ടുമോ?
വിഷമില്ലാത്ത എന്തെങ്കിലും ഇന്ന് നമുക്ക് തിന്നാൻ കിട്ടുമോ? അത് പറയുന്നു കിട്ടുമോ? ഇല്ല അല്ലേ? നമ്മളെ അടുക്കളയിൽ വല്ല വെണ്ടയ്ക്ക പാവയ്ക്ക കയ്പയ്ക്ക ഉണ്ടാക്കിയെങ്കിൽ കിട്ടി എന്നല്ലാതെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന സകല സാധനത്തിൽ എന്താണ്? വിഷമാണ് അല്ലേ? വിഷമാണ്. മനുഷ്യൻ വിഷം തിന്നിട്ട് രോഗികളായി തീരാണ്, ആരോഗ്യകരമല്ല. ആലോചിക്കണേ, ഇത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രയോഗങ്ങളാണ്. ഭൂമിയിൽ കടലിലും കരയിലും ഫസാദ് വ്യാപകമായി. ഞാൻ ഇവിടെ വന്നപ്പോ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ കടലിൽ പോയി മീൻ പിടിച്ചിട്ട് ജീവിതം മാർഗം തേടുന്നവരാണ്, ഇപ്പോഴോ ഞങ്ങൾക്ക് പട്ടിണിയാണ്, പ്രയാസമാണ്, കടല് കനിയുന്നില്ല ഉസ്താദ്, ദുആ ചെയ്യണേ. അതല്ലേ അവസ്ഥ? ഈ സമയത്തൊക്കെ നല്ല മത്സ്യം കിട്ടേണ്ട സമയമല്ലേ? അല്ലേ? ആവശ്യം നമ്മളെ മായിഷത്ത് കഴിഞ്ഞു പോകേണ്ട സമയമായിരുന്നില്ലേ? ഇവിടെ പോയി കടലിലെ മത്സ്യങ്ങളൊക്കെ എന്തേ സംഭവിച്ചത്? അള്ളാഹു കരയിൽ മാത്രം ഫസാദ് വ്യാപകമായി എന്നല്ല പറഞ്ഞത്, കടലിലും കരയിലും ഫസാദ് വ്യാപകമായി. മനുഷ്യരുടെ പ്രവർത്തന ഫലമായി ഈ ഒരു സാഹചര്യം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കണം, അള്ളാഹു നമുക്കൊക്കെ ബോധം തരട്ടെ, നല്ലോണം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഭൂമിയുടെ എല്ലാവിധ സൗകര്യങ്ങളും, ഭൂമിയിൽ മനുഷ്യന് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, ജലസ അലൽ മിംബരി വ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജലസ അലൽ മിംബരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലെ മിംബറിന്റെ മേലിരുന്നു. വജലസ്നാ ഹൗലഹു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ചുറ്റുമിരുന്നു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന മിമ്മാ അഖാഫു അലൈക്കും ബഅദി മാ യഫ്തഹു അലൈക്കും മിൻ സഹറത്തി ദുനിയാ വസീനതിഹാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കാലശേഷം ഞാൻ ഏറ്റവും പേടിക്കുന്നത് എന്തെന്നറിയുമോ? ഈ ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും, എല്ലാ സൗകര്യങ്ങളും, എല്ലാ ആഡംബരങ്ങളും നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്നാണ്. ലോകാവസാനത്തിന്റെ അടയാളമായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ കാലശേഷം എനിക്ക് ഏറ്റവും വലിയ പേടി ഈ ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്നാണ്. എല്ലാ സൗകര്യങ്ങളും ദുനിയാവിന്റെ നമുക്ക് കിട്ടിയോ? ദുനിയാവിൽ നമുക്ക് കിട്ടാൻ ബാക്കി എന്താ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. ആദ് സമൂദ് ഗോത്രക്കാര് നല്ല ശക്തിയും നല്ല കഴിവും നല്ല ബുദ്ധിയും ഉണ്ടായിരുന്ന ആദ് സമൂദ് ഗോത്രക്കാരെ കുറിച്ച് അല്ലാഹ് പറയാണ്. എന്നിട്ട് പടച്ച റബ്ബ് പറയുന്നു, അല്ലതീ ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. ഇങ്ങനത്തെ ആൾക്കാരെ പടച്ച റബ്ബ് ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടേ ഇല്ല. നമ്മളോളം സൗകര്യമുള്ള ഒരു വിഭാഗത്തെ അല്ലാഹു ഇതിന് മുമ്പ് ഭൂമിയിൽ എന്താക്കിയിട്ടില്ല, പടച്ചിട്ടില്ല. ഉറപ്പല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നമുക്ക് ഈ ദുനിയാവിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും ഒന്ന് നോക്കിയേ. പണ്ട് വെള്ളം കോരണമെങ്കിൽ ബക്കറ്റ് വേണം, കയറ് വേണം, തൊട്ടി വേണം, കിണർന്ന് അത് കപ്പിയിലിട്ട് ഇറക്കി വലിച്ചു കയറ്റണം. ഇന്നോ
500 ലിറ്ററിന്റെ ടാങ്ക് എന്നറിയാൻ 1.5 മിനിറ്റ് കൊണ്ട് ചുമരും ഒന്നിന് മാന്തിയാ മതി അല്ലേ ചുമരും ഒന്നിന്റെ മാന്തിയാ മതി അല്ലേ പണ്ടൊന്ന് തേങ്ങ അരക്കണം നോക്കിക്കോളി കറി വെക്കാൻ തേങ്ങ അരക്കണം എന്തോരം പ്രയാസം ഉണ്ടായിരുന്നു അല്ലെ ഇത് ചിരകി കൂട്ടി ഉണ്ടാക്കി അമ്മിമ്മ കൊണ്ടുവന്നിട്ട് അമ്മി തന്നെയല്ലേ പറയാ അമ്മിന്നല്ലേ അമ്മിമിട്ട് അതുകൊണ്ട് ആട്ടി അരച്ച് ഇപ്പോഴോ തേങ്ങ ചെല്ലാൻ തന്നെ മെഷീനായി വേറെ കാര്യം പൊളിച്ചു കൊടുത്തിട്ട് അവിടെ വെച്ചു കൊടുത്താൽ മതി മൂപ്പര് ചിരകിക്കോളും ചിരകി അത് ചുമരും മട്ടാ മതി ചുമരും മാന്തിയാൽ റെഡി തേങ്ങ അരക്കലായി അലക്കാൻ പണ്ടൊക്കെ പേരയില് മുഴുവൻ അലക്കുകല്ലുണ്ടായിരുന്നു ഇപ്പോഴോ ഊരിട്ട് വാഷിംഗ് മെഷീനിൽ കണ്ടിട്ട് അലക്കി ഉണക്കി ഇങ്ങോട്ട് തരും ഇപ്പതാ ഇസ്തിരി ഇടാനുള്ള മെഷീനും കണ്ടെത്തി ഇനി ഇസ്തിരി ഇടണ്ട അതും രക്ഷപ്പെട്ടു അലക്കി ഉണക്കി ഇസ്തിരി ഇട്ട് ഇങ്ങോട്ട് തരും അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് കേൾക്കണം കൃത്രിമമായ മുല കൊടുക്കാനുള്ള സംവിധാനം വരെ ആയി ഇനി ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് എന്താ വേണ്ടത് നിപ്പിളാക്കിയിട്ട് മെഷീനിലാണ് ഘടിപ്പിച്ചു കൊടുത്താൽ മതി കുട്ടിക്ക് കുടിച്ച തോന്നുന്ന സമയത്ത് കുടിക്ക ഓട്ടോമാറ്റിക് തൊട്ടിൽ വന്നു പണ്ടൊക്കെ നമ്മളെ പേരന്റെ കൗക്കോലുമൊക്കെ കയറിട്ടിങ്ങാണ്ട് തുണി കൊണ്ട് തൊട്ടിൽ കെട്ടി അല്ലേ കുട്ടിനെ തൊട്ടിലിട്ട് ആട്ടി ഉറക്കണം ഇപ്പൊ അതൊന്നും വേണ്ട ഒന്നും വേണ്ട USB ആണ് കുത്തി കൊടുക്കുക ഏത് പാട്ടാ വേണ്ടി സെലക്ട് ചെയ്യുക പാട്ട് അങ്ങനെ പാടും കുട്ടിനെ തൊട്ടിലിടുക തൊട്ടി അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ആടും അതുകൊണ്ട് കുട്ടി ഉറങ്ങിയാ നിൽക്കും കുട്ടി ഉണർന്ന വീണ്ടും ആടും എന്താ അതിന്റെ അപ്പുറം വലിയ സൗകര്യം വേണ്ടത് അല്ലേ അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാക്കാണ് ഭൂമി ദുനിയാവിന്റെ എല്ലാ ആഡംബരങ്ങൾക്കും ലഭിക്കും എല്ലാ സൗകര്യങ്ങളും കിട്ടും ഒരു സൗകര്യത്തിന് കുറവില്ല പേരന്റെ ഉള്ളിൽ മലർന്ന് കടന്ന് കുളിക്കാനുള്ള സംവിധാനം അല്ലേ സുബ്ഹാനല്ലാഹ് സോഫ സെറ്റിൽ ഇരിക്കണ പോലെ കക്കൂസിൽ ഇരിക്കുക ഇനി ഇതിന്റെ അപ്പുറം എന്ത് സൗകര്യം വേണ്ടത് അല്ലേ പണ്ടൊക്കെ ഒന്ന് കക്കൂസ് പോയി ഹലായിൽ ടോയ്ലറ്റ് പോണെങ്കിൽ പേരന്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ ഓടിയുന്നത് മുട്ടിയാല് ഇപ്പൊ പുറത്തുനിന്ന് മുട്ടിയ പേരന്റെ ഉള്ളിലൊക്കെ ഓടുക അല്ലേ ഒരു പിന്നെ പാത്രം ചോറ് വെക്കണമെങ്കിൽ എത്ര വട്ടം ഉമ്മ ചോറ് ഇങ്ങനെ ഊറ്റിട്ട് വറ്റുമ്പോ അങ്ങനെ പിടിച്ചു നോക്കി നോക്കും ഇത് വെന്തുക്കണോ അല്ലേ ഇപ്പോഴോ തിരിച്ചാണ് കോർത്താൽ മതി ചോറാണ് വന്ന മൂപ്പര് 3-4 വട്ടം കൂക്കും വിസിലടിക്കും ആ വിസിലാണ് വന്ന വാങ്ങിച്ചാൽ മതി സുബ്ഹാനല്ലാഹ് എന്തെല്ലാം സൗകര്യം ഒന്നും കൂടെ ചോദിക്കട്ടെ ഇവിടെ പഴയ ഗൾഫുകാരുണ്ട് പണ്ട് ഗൾഫ് പോയിരുന്ന ആൾക്കാർ മുമ്പ് ഗൾഫിൽ പോയിരുന്ന ആൾക്കാർ വയസ്സായ ആൾക്കാരെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവൂലേ പത്തേമാരിയിലൊക്കെ കയറി ഗൾഫിൽ പോയിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ പണ്ട് കപ്പലിലൊക്കെ കയറി ഗൾഫിൽ ഇവിടെ ഗൾഫില്ല ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമുക്കൊരു മകള് ജനിച്ചാൽ ഒരു മകന് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനിച്ച വിവരം അറിയണമെങ്കിൽ എത്ര കാലം കഴിയണം അല്ലേ ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലേ പണ്ട് ഒരു 20 കൊല്ലം മുമ്പ് ഗൾഫിൽ പോയോന് ഓനക്കൊരു കുട്ടി ജനിച്ച വിവരം ഓൻ അറിയണമെങ്കിൽ കുട്ടിന്റെ ഹക്കീക്കത്ത് അറക്കല് കഴിഞ്ഞിട്ടുണ്ടാവും കാരണം എന്തേ ഇവിടുന്ന് ആരെങ്കിലും പോകുമ്പോ ഒരു കത്ത് എഴുതി കൊടുത്തേക്കണം ഭാര്യ പ്രസവിച്ചു കുട്ടി ആണാണ് അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല എന്ന് എഴുതി കൊടുത്തേക്കണം കുറച്ചൊരു മണി കയ്യിലുള്ളവനാണെങ്കിൽ കമ്പി അടിച്ചിട്ട് അറിയിക്കും അതല്ലാത്തവനാണെങ്കിൽ ഇത് എഴുതി അറിയിക്കണം എന്നിട്ട് ഇവൻ ഗൾഫിൽ എത്തണമെങ്കിൽ 15 ദിവസം പിടിക്കും ഗൾഫിൽ എത്തിയിട്ട് മറ്റോൻ എന്തെങ്കിലും ഒരു കാലത്ത് ലീവ് കിട്ടിയിട്ട് വേണം എന്റെ അടുത്ത് വന്നിട്ട് ഈ കത്ത് വാങ്ങിക്കൊണ്ടേറ്റ് കാര്യമുണ്ട് അത് പോക്കറ്റിലിട്ട് നടക്കണം കാരണം എന്തേ എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടിയാൽ ഇത് വായിക്കാൻ പറ്റുള്ളൂ അത് വായിക്കുന്നവരെ ഓനിങ്ങനെ മറ്റേ ലോട്ടറി ടിക്കറ്റ് കീശിലിട്ട് അടക്കണ പോലെ ഈ കത്തും കീശിലിട്ട് നടക്കണം ഞാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ മുത്തും പിന്നെ ഇങ്ങനെ കീശിക്കിടും അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം വന്നു കഴിഞ്ഞ ശനിയാഴ്ച കിട്ടിയതാ കാരണം കത്ത് ഈ വെള്ളിയാഴ്ച വരെ അതും കാത്തിരിക്കുക വെള്ളിയാഴ്ച വന്നപ്പോ പിന്നെ ആർത്തിയോടത് വായിക്കാണ് ഭാര്യ പ്രസവിച്ചു കുട്ടി പെണ്ണാണ് അപ്പൊ കുട്ടിന്റെ 14 ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും കുട്ടിന്റെ 14 ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ആ കുട്ടിന്റെ ഒരു ഫോട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇവനക്ക് കിട്ടണമെങ്കിൽ കുട്ടിന്റെ 90 കഴിഞ്ഞിട്ടുണ്ടാവും ഓളെ 90 കൂടി കഴിഞ്ഞിട്ടാ കാരണം ഇതിനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഓന്റെ കൈ കിട്ടുന്നത് ഓൻ ആ കുട്ടിനെ കാണുമ്പോഴേക്ക് കുട്ടിക്ക് 3 വയസ്സ് ചുരുങ്ങിയതായിട്ടുണ്ടാവും അല്ലേ കുട്ടിനെ ഓൻ കാണുമ്പോഴേക്ക് 3 വയസ്സ് ചുരുങ്ങിയതായിട്ടുണ്ടാകും ഇപ്പത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ ഓൾ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് ലൈവ് ഇങ്ങനെ വിളിച്ചിട്ട് പറയിക്ക ഞാൻ ആശുപത്രിക്ക് പോയി കൊണ്ടിരിക്കുക ഓൻ പറയാം അൽഹംദുലില്ലാഹ് ഓളി ലേബർ റൂമിലേക്ക് പോകുമ്പോ പറയും കേട്ടോ ഞാൻ ലേബർ റൂമിലേക്ക് പോയി കൊണ്ടിരിക്കുക പടച്ച റബ്ബേ അടുത്തൊരു രംഗം ഇനി വരാതിരിക്കട്ടെ അതേതാ നിങ്ങൾ ആലോചിച്ചു
ഒരാളിന്നെ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ ഞാൻ എന്റെ കുട്ടിക്ക് ചെവിയിൽ ബാങ്കിക്കാമത്തും കൊടുത്തു. ഞാൻ ചോദിച്ചു, പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ പ്രസവിച്ച കുട്ടിക്ക് അബുദാബിയിൽ നിന്നിട്ട് പഹയാജ് ബാങ്കിക്കാമത്തും കൊടുത്തു, അതെങ്ങനെ? അത് ഞാൻ ലൈവായിട്ട് കൊടുത്തു. വീഡിയോ കോൾ വിളിച്ചിട്ടോ കുട്ടിന്റെ ചെവിയിൽ ബാങ്കിക്കാമത്തും കൊടുത്തു. ഞാൻ ചോദിച്ചു, പിന്നെ സുന്നത്തല്യാണോ കഴിച്ചുകൂടാ ഇന്നലാണ് വീഡിയോ ആയിട്ട്? അത് മാത്രം ബാക്കി വെച്ചെന്തേ? അല്ലാഹു കാക്കട്ടെ. ആമീൻ പറ മുഅ്മിനീങ്ങൾ, അല്ലാഹു കാക്കട്ടെ. ആ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുകയാണില്ലേ? പെട്ടി തുറന്നപ്പോൾ കത്തു കിട്ടി, എൻ പ്രിയനീ നിന്റെ ഹൃദയം പൊട്ടി, എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി. എസ് എ ജമീലിന്റെ ആ പണ്ടത്തെ ഗൾഫ് കത്തുപാട്ട്, ഓൾ അങ്ങോട്ട് എഴുതുന്നത്, ഓൻ ഇങ്ങോട്ട് മറുപടി കൊടുക്കുന്നത്, അതൊക്കെ പ്രവാസിയുടെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളായിരുന്നു അല്ലേ? പച്ച യാഥാർത്ഥ്യങ്ങളായിരുന്നു. ഇന്ന് അതൊക്കെ പോയി സർവ്വ സൗകര്യങ്ങളായി, എല്ലാ സൗകര്യങ്ങളും. കുട്ടിനെ ലേബർ റൂമിൽ കൊണ്ടുവരുമ്പോ തന്നെ അമ്മായോ വീഡിയോ കോൾ വിളിച്ചിട്ടാക്കാരൻ കാട്ടിക്കൊടുക്കുക, അതാ കണ്ടോ കുട്ടിനെ കൊണ്ടുവരുന്നു, എല്ലാ സൗകര്യങ്ങളായി. ഒന്നും കൂടെ നിങ്ങൾക്ക് കേൾക്കണോ? പാപ്പാനെ ഡോക്ടർമാര് പറഞ്ഞു തരാം, നിങ്ങൾ കൊണ്ടുപോയിക്കോളി, ഇനി പ്രതീക്ഷ ഒന്നുമില്ല, അത് മരിക്കുന്നത് വീട്ടിൽ കിടന്ന് മരിച്ചോട്ടെ, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. കുറച്ച് കഴിഞ്ഞപ്പോ ആശുപത്രി മുഴുവൻ മനുഷ്യന്മാരെ കൊണ്ട് നിറഞ്ഞു. എന്തിനെന്നറിയോ? വാപ്പാന്റെ അവസാന സെൽഫി എടുക്കാൻ വേണ്ടിട്ട്. വാപ്പാന്റെ ഒപ്പം അവസാന സെൽഫി എടുക്കാൻ വേണ്ടിട്ട് പത്രത്തിൽ വന്ന വാർത്തയായിരുന്നു അത്. ആശുപത്രിയുടെ പേര് പറയണില്ല, കാരണം ഇത് ലൈവ് സംവിധാനം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോ എനിക്ക് പണി കിട്ടും, അതുകൊണ്ട് ഞാനത് ആശുപത്രിയുടെ പേര് പറയുന്നില്ല. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ സാധു ഇതിങ്ങനെ അവസാനത്തെ വലിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഉപ്പാപ്പാന്റെ കൂടെ ലാസ്റ്റ് സെൽഫി, ഓരോന്നിന്റെ സ്വിച്ച് ഇട്ടച്ച ബൾബ് പോലെ പല്ലിങ്ങനെ വെച്ചിട്ട് സെൽഫിയും കോലങ്ങളൊക്കെ. കുറച്ചും കൂടെ കഴിഞ്ഞാലേ കബർക്കിറക്കണ സെൽഫി വരും. അപ്പതാ പോണെന്നും പറഞ്ഞു ആപ്പാനെ കബർക്കിറക്കണ സെൽഫി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ദുനിയാവിന്റെ എല്ലാ ആഡംബരങ്ങളും തുറക്കപ്പെടുന്നതാണ്, എല്ലാ ആഡംബരങ്ങളും തുറക്കപ്പെടുന്നതാണ്, എല്ലാ സൗകര്യങ്ങളും ദുനിയാവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി നിങ്ങൾ കാണണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കൈഫ അൻഅമു വസാഹിബുസ് പടച്ചവനെ, അനുഗ്രഹം ലഭിച്ചവർ, മുതലാളിമാർ, സമ്പത്തുള്ളവർ എങ്ങനെയാണ് അടിച്ചു പൊളിച്ച് സുഖിച്ച് നടക്കുക? മുതലാളിമാർ എങ്ങനെ അടിച്ചു പൊളിച്ച് സുഖിച്ച് നടക്കും? അല്ലാഹുവിന്റെ സൂറിലൂതാനുള്ള കൽപ്പന കാത്തിരിക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിനെ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ടുണ്ട്, കണ്ണുകൾ പടച്ചുറപ്പിലേക്ക് തിരിച്ചിട്ടുണ്ട്, നെറ്റിത്തടം ചുളിച്ചു വെച്ചിട്ടുണ്ട്, കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. എപ്പോഴാണോ ഊതാൻ കൽപ്പിക്കുന്നത് ആ സെക്കൻഡിൽ ഊതാൻ. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടിയിട്ട് സൂറിനെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കണ്ണുകൾ അല്ലാഹുവിലേക്ക് നോക്കിയിരിക്കുകയാണ്. പിന്നെയോ നെറ്റിത്തടം ചുളിച്ചിട്ടുണ്ട്, കാത് കൂർപ്പിച്ചിട്ടുണ്ട്. പടച്ചറബ് എപ്പോഴാണോ സൂറിൽ ഊതാൻ പറയുന്നത് ആ സമയത്ത് സൂറിൽ ഊതാൻ. പിന്നെ എങ്ങനെയാണ് സുഖിക്കാൻ ആഗ്രഹിക്കുന്നവർ സുഖിക്കുക? ഈ ദുനിയാവിൽ പിന്നെ എങ്ങനെയാണ് സുഖിച്ച് ജീവിക്കുക? നമുക്ക് സുഖിച്ച് ജീവിക്കാൻ കഴിയോ? ഈ സൂറെന്ന കാഹളത്തെ കുറിച്ച് ബോധമുള്ളവൻ ഏത് സമയത്തും സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുമെന്ന് ബോധമുള്ളവൻ എങ്ങനെയാണ് സുഖിക്കാൻ കഴിയുക? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നല്ലോണം ആലോചിക്കണേ, നല്ലോണം ചിന്തിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് തുറക്കപ്പെടും. സൗകര്യങ്ങൾ തുറക്കപ്പെടുമ്പോൾ ഭക്ഷണത്തിലും വസ്ത്രത്തിലും താമസത്തിലും നിങ്ങൾ മത്സരിക്കുന്നതാണ്. വസ്ത്രത്തിൽ ഭക്ഷണത്തിൽ മത്സരിക്കും. എല്ലാ സൗകര്യങ്ങളും കിട്ടുമ്പോൾ മനുഷ്യ ഭക്ഷണത്തിൽ മത്സരിക്കും, വസ്ത്രത്തിൽ മത്സരിക്കും, പാർപ്പിടത്തിൽ മത്സരിക്കും. ഭക്ഷണത്തിൽ മത്സരിക്കുക.
ഓളിന്ന് പിന്നെ കുഴിമന്തി ഉണ്ടാക്കിക്കണെങ്കിൽ ഞാൻ അതിന്റെ മേലുള്ളത് ഉണ്ടാക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനുജത്തിന്റെ വീട്ടിൽ നോമ്പുറക്ക് ചെന്നപ്പോ 2 മേശപ്പുറത്ത് മുഴുവൻ വിഭവങ്ങളായിരുന്നു. ജ്യേഷ്ഠത്തിന്റെ കൂടെ നോമ്പുറുണ്ടാക്കുമ്പോ 4 മേശപ്പുറത്ത് വിഭവങ്ങൾ നിരത്തി വെക്കും. തിന്നാ 4 ആളെ ഉണ്ടാവുള്ളൂ. പള്ളിക്കത്ത് ഉസ്താദും സദറും മുക്രിക്കും ഒരാളും കൂടെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും വേണ്ടില്ല, ഓളെക്കാൾ കൂടുതൽ ഞാൻ ഉണ്ടാക്കും എന്നുള്ള നിലക്ക് ഭക്ഷണത്തിൽ മത്സരിക്കുക. പണ്ടുള്ള ആളുകൾക്ക് തിന്നാ കഞ്ഞി, കുടിക്കാൻ കഞ്ഞി ഉണ്ടായിരുന്നു അല്ലേ? ചേമ്പും ചേനയും കപ്പയൊക്കെ തിന്നിട്ട് പട്ടിണി മാറ്റിയിരുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോഴോ ചേമ്പും ചേന എന്താ കുട്ടിയൊക്കെ അറിയോ? കപ്പ എന്താണെന്നറിയോ? വല്ല പിന്നെ തട്ടുകടയിലും പോകേണ്ടി വരും കപ്പ കാണണമെങ്കിൽ അല്ലേ? കപ്പ കൊള്ളിക്കഴിഞ്ഞ എന്താന്ന് കുട്ടിയൊക്കെ അറിയോ? ഇല്ല. അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. ഭക്ഷണത്തിൽ മത്സരിക്കുക. ഇപ്പൊ എന്തെന്നറിയോ? കുഴിമാന്ത, ഷവർമ, ഷവായ, അറേബ്യൻ ഫുഡ്സ്, ചൈനീസ് ഫുഡ്, എന്തൊക്കെ മോഡലാന്നറിയോ? ഞാൻ എറണാകുളത്തേക്ക് ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവിടെ കണ്ടു കാസർഗോഡ് ബിരിയാണി. പടച്ചോനെ, ഞാൻ ആലോചിച്ച് മാസത്തിൽ 3-4 വട്ടം ഞാൻ കാസർഗോഡ് പരിപാടിക്ക് വരലുണ്ട്. അവിടുത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഇതെന്ത് ബിരിയാണി? കുറച്ച് അപ്പുറത്ത് ചെന്നപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു തലശ്ശേരി ബിരിയാണി. അപ്പൊ ഇത് ബിരിയാണിന്റെ പ്രത്യേകത അല്ല, നാടിന്റെ പ്രത്യേകതയാണ്. ഭക്ഷണത്തിൽ മത്സരിക്കുക, വസ്ത്രത്തിൽ മത്സരിക്കുക. ഇപ്പൊ പെണ്ണുങ്ങൾ മത്സരിക്കണം എന്താണെന്നറിയാം? ഏറ്റവും ചെറിയ വസ്ത്രം ധരിക്കാൻ വേണ്ടി മത്സരിക്കുക. ഏറ്റവും ചെറിയ വസ്ത്രവും ഏറ്റവും ടൈറ്റായ വസ്ത്രവും ധരിക്കാനാണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി വസ്ത്രം ധരിക്കാതിരിക്കാൻ മത്സരിക്കുന്ന അല്ലാഹു കാക്കട്ടെ അല്ലേ? ഏറ്റവും ചെറിയ മുഖത്തിൽ നിന്നും വടിച്ചെടുക്കാം 3 കിലോ പൗഡർ, മുറിക്കുപ്പായം തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും മോഡല്. മുഖത്തിൽ നിന്നും വടിച്ചെടുക്കാം 3 കിലോ പൗഡർ. അനക്കം തെറ്റിയാൽ ഉളുക്കി വീഴും. ചെരിപ്പുമിട്ട് കാലില് ഒതുക്കമില്ല ഇളിച്ചുകൊണ്ട് കുണുങ്ങി നടക്കല്. വസ്ത്രത്തിന്റെ ചേലും കോലാണ് ഈ പറയുന്നത്. എന്റെ ചെറുപ്പത്തിൽ എന്റെ നാട്ടിലത്തെ കുറച്ച് പെണ്ണുങ്ങൾ ചുരിദാർ ഇട്ടപ്പോ പിറ്റേന്ന് കമ്മിറ്റി തീരുമാനിച്ചു ആ പെണ്ണുങ്ങളെ മരിച്ച മയ്യത്തെ പള്ളി കൊണ്ടുവരാൻ പറ്റൂല. ചുരിദാർ ഇട്ടപ്പോ എങ്ങനത്തെ ഓപ്പണുള്ള ചുരിദാറല്ല. ആദ്യമായിട്ട് ചുരിദാർ, കാരണം എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഖത്തീബ് അതിനെ കുറിച്ച് പ്രസംഗിച്ചിരുന്നതൊക്കെ. ചുരിദാർ ഇട്ടതിന്റെ പേരിൽ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴോ എന്തെങ്കിലും ഒന്ന് ഇട്ടാ മതി എന്നുള്ള തീരുമാന പള്ളി കമ്മിറ്റി. എന്തെങ്കിലും ഒന്ന് ഇട്ടാ അല്ലാഹുവേ. വസ്ത്രത്തിൽ മത്സരിക്കും. അത് ആണുങ്ങൾ മത്സരിക്കും, പെണ്ണുങ്ങൾ മത്സരിക്കും. ചിലന്റെ ഒക്കെ പാന്റും കുപ്പായൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? സോഡ കുപ്പിക്ക് കുപ്പായിട്ട് കൊടുത്ത പോലെ ആയിരിക്കും ചിലന്റെ ഒക്കെ പാന്റ് കണ്ടാൽ അല്ലേ? ഞാൻ തുണിയെടുത്ത് എണീച്ചെങ്കിലോ കഫൻ ചെയ്ത മയ്യത്ത് എണീറ്റുന്ന പോലെ ആയിരിക്കും. എല്ലാ കോലത്തിലും വസ്ത്രത്തിൽ മനുഷ്യന്മാർ മത്സരിക്കും. ആഖിർ സമാനാകുമ്പോ വസ്ത്രത്തിൽ മാത്രമല്ല പാർപ്പിടത്തിൽ മത്സരിക്കുന്നതാണ്, വീട് വെക്കുന്നതിൽ മത്സരിക്കുന്നതാണ്. സുബ്ഹാന റബ്ബേ. തന്തയും തള്ളി ഒരൊറ്റ കുട്ടി ഉണ്ടാവുള്ളൂ, തന്ത ഗൾഫിലായിരിക്കും. ഈ 1.5 ആൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് 2500 സ്ക്വയർ ഫീറ്റ് വീട്, 3 കക്കൂസും ടോയ്ലറ്റും. സുബ്ഹാനല്ലാഹ്, അല്ലാത്തൊന്നും ബാക്കി ഉണ്ടാവില്ല. ഓളും കുട്ടിയും പേരന്റെ ഒരു മൂലക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഓളും 2-3 വയസ്സായ കുട്ടിയും പേരന്റെ ഒരു മൂലക്കൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ മത്സരിച്ചുകൊണ്ട് വീടുകൾ കിട്ടുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നോക്കണേ, നല്ലോണം നോക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഭക്ഷണത്തിൽ മത്സരിക്കും. ഭക്ഷണത്തിൽ മത്സരിക്കുന്ന കാരണത്താൽ മനുഷ്യന്മാര് രോഗികളായി തീരുകയും അവസാനം ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യും. ഇന്ന് നമ്മൾ അധിക ആൾക്കാർക്കും ഉള്ള പ്രശ്നം എന്താ? രോഗം എന്തുകൊണ്ടാണ് വന്നത്? ഭക്ഷണം കൊണ്ട് വന്നതല്ലേ. അധിക ആൾക്കാർക്ക് ഗ്യാസ് ട്രബിൾ ആണ്, ഗ്യാസിന്റെ അസുഖമാണ്. അതൊരു അസുഖമല്ല. ഇതൊക്കെ പറഞ്ഞ സമയം കുറേയാണ് നീണ്ടുപോകും. ഗ്യാസിന്റെ ഒരു അസുഖമല്ല. സംഭവം എന്താണെന്നറിയോ? മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വയറിനെ നിങ്ങൾ 3 ആയിട്ട് ഭാഗിക്കണം. വയറിനെ നിങ്ങൾ 3 ആയിട്ട് ഭാഗിക്കണം. ഒന്ന് ഭക്ഷണത്തിന്, മറ്റൊന്ന് വെള്ളത്തിന്,
വെള്ളത്തിന്. പിന്നെ ഒരു ഭാഗം വായുവിന് അത് അവിടെ ഒഴിച്ചിടണം. വയറിന്റെ ഒരു ഭാഗം വായുവിന് വേണ്ടി മാറ്റിയിടണം. നമ്മളെന്താ കാട്ടിയത്? ഭക്ഷണവും വെള്ളവും വായു കൊള്ളേണ്ടടത്തേക്ക് ഭക്ഷണം കുത്തിയാണ് നിറച്ചു. എന്നിട്ടോ ഈ പഴയന്മാരൊക്കെ പാത്രത്തിൽ പഞ്ചസാര നിറച്ചിട്ട് പഞ്ചസാര ഫുള്ളാകുമ്പോ എന്ത് ചെയ്യും? കുപ്പിക്കൊരു തട്ടുകൊടുത്തിട്ട് ഒന്ന് മുട്ടിതാക്കിയിട്ട് ആ പഞ്ചസാര ഒന്ന് സെറ്റ് ആക്കും. എന്നാ പോലെ നമ്മളൊക്കെ കല്യാണ പന്തലിൽ പോയാൽ വയറങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നീണ്ടു നിവർന്ന് ഇരുന്നിട്ട് ആ തുണിന്റെ കുത്തൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് ഒരു ആടി ഇതാക്കി ഇരിക്കും. ആ ഒരു ക്യാപ്പിലും കൂടെ നമ്മൾ എന്ത് ചെയ്യും? പരമാവധി കൊള്ളിക്കും. പിന്നെ വെള്ളം കുടിക്കാൻ സ്ഥലമല്ല, അപ്പൊ പറയും വെള്ളം പിന്നെ കുടിക്കാം. ആ സ്ഥലത്തും കൂടെ നമ്മൾ ഭക്ഷണം നിറച്ചു. വെള്ളം പോട്ടെ, വായുവിന് കിടക്കാൻ സ്ഥലമല്ല. മൂപ്പര് ഉള്ളിക്ക് പോവും. ഉള്ളിക്ക് പോയിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കും. എവിടെ നിൽക്കാൻ സ്ഥലമല്ല എന്ന് കാണും. മൂപ്പര് പുറത്തേക്ക് വരും. നമ്മള് പറയും ഭയങ്കര ഗ്യാസിന്റെ അസുഖ. ഒരു ഗ്യാസിന്റെ അസുഖമല്ല, മര്യാദക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്താലേ ഒരസുഖം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത്, ബ്ലോക്ക് വരുന്നത് എന്തുകൊണ്ട്? ഭക്ഷണത്തിന്റെ അമിതമായ തള്ളിക്കയറ്റം. അതിനുള്ള കൊഴുപ്പിന് ഒതുങ്ങി നിൽക്കാൻ സ്ഥലമല്ല. കണ്ട ഞരമ്പിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കൊഴുപ്പങ്ങ് കയറി അതവിടെ ബ്ലോക്കായി നിന്നു. നമ്മൾ പറഞ്ഞു 5-6 ബ്ലോക്ക് ഉണ്ട്, സർജറി നടത്തണം. സർജറി നടത്തേണ്ടി വരില്ല, അതിന്റെ മുമ്പേ മയ്യത്ത് കൊണ്ടേണ്ടി വരും. കാരണം എന്ത്? സകല ബ്ലോക്കാ ഉണ്ടോ? മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. ഭക്ഷണത്തിന്റെ അമിതമായ ഉപയോഗം അവനെ രോഗിയാക്കി മാറ്റുന്നു. കരിച്ചതും പൊരിച്ചതും ഇല്ലാതെ നമുക്ക് തിന്നാൻ പോകില്ല. പെണ്ണുങ്ങൾ പറയും, ഇപ്പത്തെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ അസറായാല് ഒരു 5-6 മണിയാര് സോപ്പിംഗ് ആണ്. കല്ലല്ലേ, ചക്കരല്ലേ, മുത്തല്ലേ, ഇന്ന് നമുക്ക് ഫാസ്റ്റ് ഫുഡ് ആയിക്കോട്ടെ. ഇതങ്ങോട്ട് ദാകും മോനിക്കും തോന്നുന്നു, ആയിക്കോട്ടെ ഇന്ന് പോളെ കഷ്ടപ്പെടുത്തുന്ന ഫാസ്റ്റ് ഫുഡ് ആയിക്കോട്ടെ. 2-3 ദിവസം ഹോട്ടലിൽ പോയിട്ട് ഫാസ്റ്റ് ഫുഡ് അങ്ങ് തിന്നും വേണ്ടല്ലോ. പിന്നെ ഇവറ്റക്ക് സാധാ ചോറ് ഇറങ്ങൂല. പിന്നെ അത് കൊടുത്താൽ പറ്റൂല, ഒലിക്ക് തന്നെ കിട്ടണം. കിട്ടിയിട്ടില്ലെങ്കിലോ ബലൂണ് വീർപ്പിച്ച പോലെ ഉണ്ടാവും മോതന്റെ കോലം. ഭക്ഷണം കാരണത്താൽ രോഗി. അങ്ങനെ ഒരു 10-35 വയസ്സുണ്ടാകുമ്പോഴേക്ക് പിന്നെ ഓൾക്ക് അവിടെ കുളത്തിൽ ഇവിടെ കുളത്തിൽ അവിടെ വേദന ഇവിടെ വേദന. സുബ്ഹാനല്ലാഹ്. ഒരു 35 വയസ്സാകുമ്പോഴേക്ക് 65 വയസ്സായ തങ്ങളുടെ കോലത്തിൽ എത്തിയിട്ടുണ്ട്. ആലോചിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഭക്ഷണത്തിന്റെ അമിതമായ ഉപയോഗം അവരെ രോഗികളാക്കി തീർക്കുമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം. ഇതെല്ലാം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളാണ്. മുഅ്മിനേ, ഇതൊന്നും തമാശക്ക് പറയുന്നതല്ല. നമ്മളൊക്കെ നല്ലോണം ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഭക്ഷണം കിട്ടാതെ എത്രയോ കാലം പട്ടിണി കിടന്നവരുണ്ടായിരുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലോകത്തിന്റെ ഒരു ഭാഗത്ത് പട്ടിണി മരണങ്ങൾ അധികരിക്കുമ്പോ മറുഭാഗത്ത് ഭക്ഷണത്തിന്റെ അമിതമായ ഉപയോഗം കാരണത്താൽ മരണം സംഭവിക്കുമെന്ന് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഫ്രിക്കൻ ഗ്രാമത്തിന്റെ അവസ്ഥ എന്താണ് മുഅ്മിനേ? ഒരു നേരമല്ല, ആഴ്ചയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ഒട്ടകം കാഷ്ടിക്കുന്നത് കാത്തിട്ട് ഒട്ടകത്തിന്റെ പിന്തുവാരത്തിലേക്ക് വായ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒട്ടകം കാഷ്ടിക്കുമ്പോൾ അത് തന്റെ വായിലേക്ക് വീഴട്ടെ എന്ന് കരുതിയിട്ട് ഒട്ടകത്തിന്റെ പിന്തുവാരത്തിൽ വാ പൊളിച്ചു നിൽക്കുന്ന ആഫ്രിക്കൻ ബാലന്റെ കരളലിയിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടില്ലേ? പട്ടിണി കൊണ്ട് അമ്മ മരിച്ചുപോയി, മാതാവ് മരിച്ചുപോയി. മരിച്ചു കിടക്കുന്ന മാതാവിന്റെ മാറിടത്തിൽ നിന്ന് അമ്മിഞ്ഞ പാല് മുത്തി കുടിക്കുന്ന, അമ്മിഞ്ഞ പാലിന് പകരം ചീഞ്ചലം വായിലേക്ക് വരുന്ന പാവപ്പെട്ട ആഫ്രിക്കൻ കുഞ്ഞിന്റെ കരളലിയിക്കുന്ന രംഗവും നമ്മൾ കണ്ടു. ഒരു നേരത്തെ അന്നമില്ലാതെ വാടി തളർന്നു പോയ ആഫ്രിക്കൻ കുഞ്ഞിന്റെ നേരെ റാഞ്ചിയെടുക്കാൻ വട്ടമിട്ട് പറക്കുന്ന പരുന്തിന്റെ രംഗവും നമ്മൾ കണ്ടു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലോകത്തിന്റെ ഒരു ഭാഗത്ത് പട്ടിണി മരണങ്ങൾ അധികരിക്കുമ്പോൾ മറുഭാഗത്ത് ഭക്ഷണത്തിന്റെ അമിതമായ ഉപയോഗം കാരണത്താൽ രോഗികളായ ആളുകൾ മരിച്ചൊടുങ്ങുന്നതാണ്.
ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ലോണം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലോകാവസാനമാകുമ്പോൾ, ലോകം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഫുജഅത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുന്നതാണ്. ആ മരിക്കുന്നതിൽ അധികവും ചെറുപ്പക്കാരായിരിക്കും, യുവാക്കളായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുവാക്കളായ ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ പെട്ടെന്ന് മരിക്കുക, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതിനൊരു രോഗം വേണമെന്നില്ല. മുഅ്മിനെ, പത്രമാധ്യമങ്ങൾ എടുത്തു നോക്ക്, മരണ വാർത്തകളിൽ അധികവും ചെറുപ്പക്കാരാണ്, ആരോഗ്യ ദൃഢഗാത്രരായ യുവാക്കളാണ്. യാ അല്ലാഹ്, എത്രയോ സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റിയിട്ട് ഓരോ ദിവസങ്ങളും സഞ്ചരിക്കുന്നവനല്ലേ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണിട്ട് മരണത്തെ ഏറ്റെടുക്കുന്നത്. എത്ര ചെറുപ്പക്കാരാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനപ്പുറത്തിരുന്നിട്ട് സ്വപ്നം കാണുന്നവൻ, അവന്റെ സ്വപ്നത്തെ വെറുതെയാക്കിയിട്ട് ഏതോ വാഹനത്തിന്റെ അടിയിൽ അവന്റെ ജീവൻ അലിഞ്ഞ് പൊലിഞ്ഞു തീരുന്നത്. ആലോചിക്കണേ, പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുക. ഞാൻ ആലോചിച്ചു പോകുന്നു, 1-2 മാസങ്ങൾക്ക് മുമ്പ് 2 മരണങ്ങൾ എന്നെ ഏറെ ദുഃഖിപ്പിച്ച മരണങ്ങളാണ്. ആ 2 മരണങ്ങൾ നടന്നിടത്തു ഞാൻ പ്രഭാഷണത്തിന് പോയിരുന്നതാണ്. ഒന്ന്, ഒരു ബൈക്കിൽ സഞ്ചരിച്ച ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തെങ്ങ് അവന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു. കറക്റ്റ് ആ മനുഷ്യന്റെ ദേഹത്തേക്കാണ് ആ തെങ്ങ് മറിഞ്ഞു വീണത്. ആ തെങ്ങിന്റെ അടിയിൽപ്പെട്ടവന്റെ ശരീരം മുഴുവനും ചതഞ്ഞരഞ്ഞു പോയി. എത്രയോ ദിവസങ്ങൾ ആശുപത്രിയിൽ കിടന്നു. അവസാനം ആ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങിപ്പോയി. ഒരൊറ്റ സെക്കൻഡ് ആ മനുഷ്യൻ മുന്നോട്ട് നീങ്ങിയിരുന്നെങ്കിൽ അവന്റെ ദേഹത്തേക്ക് ആ തെങ്ങ് മറിയുമായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വരാൻ താമസിച്ചിരുന്നെങ്കിലും തെങ്ങ് മറിയുമായിരുന്നില്ല. പക്ഷേ പടച്ച തമ്പുരാന്റെ കളയാണ്. അതുപോലെ നോക്കണേ, മറ്റൊരു മനുഷ്യന്റെ മരണം. പെങ്ങള് പ്രസവിക്കാൻ എടുത്തിട്ടുണ്ട്, പെങ്ങൾക്ക് ഓപ്പറേഷൻ വേണം, ഓപ്പറേഷത്തിന് രക്തം കൊടുക്കണം. രക്തം കൊടുക്കാനാണ് 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആശുപത്രിയിൽ ചെല്ലുന്നത്. അവന്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? നല്ലോണം ഭക്ഷണം കൺട്രോൾ ചെയ്യുന്ന ആളാണ്. നല്ല ഭക്ഷണമല്ലാതെ അവൻ കഴിക്കുകയില്ല. വർഷങ്ങളായിട്ട് ജിമ്മിൽ പോകുന്നവനാണ്. ആരോഗ്യം നല്ലോണം സംരക്ഷിക്കുന്ന ചെറുപ്പക്കാരനാണ്. 23 വയസ്സേ ഉള്ളൂ. യാ അല്ലാഹ്, നിങ്ങളെ നല്ലോണം ചിന്തിക്കണേ. ആ മനുഷ്യൻ ആശുപത്രിയിലേക്ക് പോകുന്നു. എന്തിന്? അവന്റെ പെങ്ങൾക്ക് സർജറിയാണ്, സിസേറിയനാണ്. അതിന് രക്തം കൊടുക്കണം. രക്തം കൊടുക്കാൻ ആങ്ങളെയാണ് രക്തം കൊടുക്കുന്നത്. അവന്റെ രക്തം ഒന്ന് സാമ്പിൾ പരിശോധനക്കെടുത്തപ്പോൾ അത് ലാബിലുള്ളവർക്ക് എന്തോ അസ്വാഭാവികത തോന്നി. രക്തത്തിന്റെ നിറത്തിലും രക്തത്തിന്റെ കൊഴുപ്പിലും ഒരു വല്ലാത്ത വ്യത്യാസം. ഡോക്ടർമാരെ വിവരമറിയിച്ചു. ഡോക്ടർമാർ ആ രക്തം നല്ലോണം പരിശോധിച്ചു. അവസാനം ഡോക്ടർമാര് പറഞ്ഞു, ഈ മനുഷ്യന് ക്യാൻസറാ. ഈ മനുഷ്യന്റെ രക്തത്തിലെ ബ്ലഡ് ക്യാൻസർ ആണ്. അതുകൊണ്ട് നിങ്ങൾ എറണാകുളത്തേക്ക് കൊണ്ടുപോകണേ. കുടുംബങ്ങൾ മുഴുവനും അല്ലാതെ ബേജാറായി പോയി. എന്താണ് ഈ പറയുന്നത്? എല്ലാ ദിവസവും വർഷങ്ങളായിട്ട് ജിമ്മിന് പോകുന്ന, ആരോഗ്യം നല്ലോണം സംരക്ഷിക്കുന്ന മനുഷ്യനല്ലേ. ഈ മനുഷ്യന് ബ്ലഡ് ക്യാൻസറോ? എന്താണ് ഈ പറയുന്നത്? ലേബുകാർക്ക് പിഴച്ചതാവാ. എറണാകുളത്ത് കൊണ്ടുപോയി വലിയ ഹോസ്പിറ്റലുകളിൽ ടെസ്റ്റ് നടത്തി. റിസൾട്ട് വന്നു, മനുഷ്യന് ബ്ലഡ് ക്യാൻസർ ആണ്. ചികിത്സിച്ചിട്ട് കാര്യമില്ലാത്ത വിധം എത്തിയിട്ടുണ്ട്. പടച്ചവനെ, രോഗം കണ്ടെത്തിയില്ല. ആലോചിക്കണേ, 9 ദിവസം കഴിഞ്ഞു, അതല്ലെങ്കിൽ 11 ദിവസം കഴിഞ്ഞു. എന്നോട് 2 ആളുകൾ 2 അഭിപ്രായമാണ് പറഞ്ഞത്. 9 ദിവസം അല്ലെങ്കിൽ 11 ദിവസം കഴിഞ്ഞിട്ട് ഈ പെങ്ങള് പ്രസവിച്ചിട്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വരുന്ന വാഹനത്തിന്റെ തൊട്ട് മുന്നിലതാ ഒരു ആംബുലൻസ് ലൈറ്റ് ഇട്ടിട്ട് ഓൺ മുഴക്കിയിട്ട് ചീറിപ്പായുകയാണ്. എന്തെന്നറിയ
എന്തെന്നറിയുമോ? ഒരേ വീട്ടിലേക്ക് പെങ്ങള് പ്രസവിച്ച് കുഞ്ഞുമായിട്ട് വരുന്നു. അതേ വീട്ടിലേക്ക് അതാ മകന്റെ മയ്യത്ത് കൊണ്ടുവരുന്നു. 9-11 ദിവസം രോഗം കണ്ടെത്തി ചികിത്സ വേണ്ട പോലെ കൊടുക്കാൻ കുടുംബം സജ്ജമാണ്. പക്ഷേ ഒരു ചികിത്സക്കും കാത്തു നിൽക്കാതെ 11 ദിവസം കൊണ്ട് ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പടച്ചവനെ, ഫുജ്അത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണമാണ്. ഇത് ലോകത്തിൽ ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. കുഴഞ്ഞു വീണ് മരിക്കുക. പ്രിയപ്പെട്ടവരെ, നിക്കാഹ് കഴിഞ്ഞിട്ട് 3 കൊല്ലമായി. നിക്കാഹ് കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിലേക്ക് പോയി. 3 കൊല്ലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഭാര്യക്ക് 18 വയസ്സ് തികയാൻ വേണ്ടി കാത്തുനിന്നു. 18 വയസ്സ് തികഞ്ഞു. നല്ല ആഡംബരമായിട്ട് കല്യാണം നടന്നു. 3 കൊല്ലത്തെ കാത്തിരിപ്പിന്റെ മധുവിധു നുകരാൻ ഭാര്യയും ഭർത്താവും മനക്കോട്ട കെട്ടിയിട്ട് മണിയറയിലേക്ക് കടന്നു വരികയാണ്. ഭർത്താവിനുള്ള ഒരു ഗ്ലാസ് പാലുമായിട്ട് പുഞ്ചിരി തൂങ്ങി മണവാട്ടി മണിയറയിലേക്ക് കടന്നു വരുന്നു. മദനക്കിനാവുകൾ കണ്ട് മണവാളൻ മണിയറയിൽ കാത്തിരിപ്പാണ്. അല്ലാഹുവേ, ഭർത്താവിന്റെ കയ്യിലേക്ക് പാൽ ഗ്ലാസ് കൊടുത്തു. അവന് ആ പാൽ ഗ്ലാസ് വാങ്ങി കുടിക്കുമ്പോൾ ഭാര്യ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു വീണു. മൂക്കിലൂടെ രക്തം വരാൻ തുടങ്ങി. വാരിയെടുത്തിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോ വാഹനത്തിൽ ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് ആ പ്രിയപ്പെട്ടവന്റെ ശരീരത്തിലേക്ക് മുഖം ചേർത്തിട്ട് ആ പെണ്ണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പെട്ടെന്നുള്ള മരണങ്ങൾ, അതും ചെറുപ്പക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളും മരണത്തെ സ്വീകരിക്കുക. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഉമ്മയും ബാപ്പയും സിറ്റ് ഔട്ടിലുണ്ട്. 4 വയസ്സായ അല്ലെങ്കിൽ 3 വയസ്സായ പൊന്നുമോൾ ഉമ്മാന്റെ അടുത്ത് ഉപ്പാന്റെ അടുത്ത് പന്തുരുട്ടി കളിക്കുന്നുണ്ട്. കളിക്കുന്നതിനിടക്ക് പന്ത് മുറ്റത്തേക്ക് തെറിച്ചുപോയി. പൊന്നുമോള് പന്തെടുക്കാൻ വേണ്ടി പോകുന്നു. ബോൾ എടുക്കാൻ മകള് പോകുന്നത് ഉമ്മയും ബാപ്പയും സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കി കാണുന്നുണ്ട്. ഇതുപോലൊരു തെങ്ങ് നിൽക്കുന്ന വീടാണ്. തെങ്ങിന്റെ ചുവട്ടിലേക്ക് ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് പൊന്നുമോൾ അങ്ങ് എത്തിയപ്പോൾ ഒരു ഇളനീൻ, ഒരു കരിക്ക് നേരെ വന്നിട്ട് ആ പൊന്നുമോളെ തലയിലേക്ക് വീണു. ഉമ്മയും ബാപ്പയും നോക്കി നിൽക്കുമ്പോ പൊന്നുമോളെ തല പൊട്ടിച്ചിതറിയിട്ട് മരണം മരിച്ചുപോയി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പൊന്നുമക്കളെ മയ്യത്ത് കാണേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹുവേ. സഹിക്കാൻ പറ്റാത്ത ദുഃഖങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ആലോചിക്കണേ, പെട്ടെന്നുള്ള മരണങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, രോഗിയായ ഉമ്മനെ കാണാൻ ഭാര്യയും ഭർത്താവും പൊന്നുമകനും ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്ക് ഇന്ന സാധനത്തിന് ആഗ്രഹമുണ്ട്. ഭർത്താവ് പറഞ്ഞു, മോളെ നീ ഇവിടെ നിന്നോ, ഞാൻ പോയിട്ട് വാങ്ങി വരാം. ഭർത്താവ് റോഡ് മുറിച്ച് കടന്നു. റോഡ് മുറിച്ച് കിടക്കേണ്ട സീബ്ര ലൈനിലൂടെ തന്നെയാണ് ആ ഭർത്താവ് റോഡ് മുറിച്ച് കിടക്കുന്നത്. റോഡിന്റെ അപ്പുറത്ത് നിന്ന് പടച്ചവനെ കടയിൽ നിന്ന് ഈ സാധനം വാങ്ങി എന്നിട്ട് ഭാര്യയ്ക്ക് ഇങ്ങനെ കാട്ടിക്കൊടുത്തു. ഇതാണോ ഈ നീ പറഞ്ഞ സാധനം? ഇതാണോ? അതല്ലെന്ന് ഭാര്യ പറഞ്ഞു. വീണ്ടും കടയിലേക്ക് ചെന്നിട്ട് സാധനം മാറ്റി വാങ്ങിയിട്ട് റോഡ് മുറിച്ച് കിടക്കാൻ സീബ്ര ക്രോസിൽ നിൽക്കുകയാണ്. സീബ്ര ക്രോസിംഗ് ലൈനിൽ നിൽക്കുന്ന സമയത്ത് പടച്ചവനെ മറ്റൊരു വാഹനം റോഡിറങ്ങി വന്നിട്ട് ഈ മനുഷ്യനെ തട്ടി തെറിപ്പിച്ചിട്ട് ഏത് കടയിൽ നിന്ന് സാധനം വാങ്ങിയോ അതേ കടന്റെ ചുമരിൽ കൊണ്ടുപോയി അങ്ങ് പതിക്കുകയാ. പൊന്നാര ബാപ്പ വാഹനം തട്ടിയിട്ട് ചതഞ്ഞറിയുന്നത് പൊന്നുമോന് കാത്ത് കണ്ടു നിന്നിട്ട് നിലവിളിക്കുകയാണ്.
ഏത് കോലത്തിലാണ് മുഅ്മിനെ മരണം നമ്മളെ മാടി വിളിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പടച്ചവനെ, ഇന്ന് നിങ്ങളെ മുമ്പിൽ ഞാൻ എണീറ്റ് നിൽക്കുന്നുണ്ട്. രാവിലെ ഇനി എന്റെ പൊന്നാര മക്കളടുക്കലേക്ക് 300 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ട് ഞാൻ തിരിച്ചെന്റെ വീട്ടിലോട്ട് എത്തുമോ? അതല്ല അതിന് മുമ്പ് മരണം എന്നെ മാടി വിളിക്കുമോ? നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫുജഅത്തുൽ മൗത്ത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ യുവാക്കളായ ആളുകൾ പെട്ടെന്ന് മരിക്കുന്നത് അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ ബോധം തരട്ടെ. അല്ലാഹു നമുക്കൊന്നും അങ്ങനെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റാത്ത, ഒരു തൗബ ചെയ്യാൻ പറ്റാത്ത മരണം തരല്ലേ അല്ലാഹ്. ആലോചിക്കണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണ് മുഅ്മിനീങ്ങളെ ഞാൻ പറയുന്നത്. ഒരേ ദജ്ജാലിനെ കുറിച്ചും യജൂജ് മഅജൂജിനെ കുറിച്ചുമല്ല ഞാൻ പറയുന്നത്. ചിന്തിക്കണേ, ലോകാവസാനമാകുന്നതിന്റെ അടയാളമായിട്ട് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, പേരറിയാത്ത, ചികിത്സ കിട്ടാത്ത വിവിധങ്ങളായ രോഗങ്ങൾക്ക് ആളുകൾ അടിമപ്പെട്ടു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പേര് പോലും പറയാൻ പറ്റാത്ത രോഗം, ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ്. പടച്ചവനെ, കാണുമ്പോൾ പേടിയാണ്, ബേജാറാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങളെ തൊട്ടടുത്തൊരു നാട്ടിൽ ഞാൻ പ്രഭാഷണത്തിന് വേണ്ടി വന്നു. 2 ദിവസത്തെ പ്രോഗ്രാമാണ്. പ്രഭാഷണം കഴിഞ്ഞിട്ട് 1ാമത്തെ ദിവസത്തെ പ്രഭാഷണം കഴിഞ്ഞിട്ട് പകല് റൂമിൽ വിശ്രമിക്കുമ്പോൾ ഒരു പാവപ്പെട്ട പിതാവ് റൂമിലേക്ക് കടന്നു വന്നു. സങ്കടത്തോടെ പറയുകയാണ്, ഉസ്താദ്, 3 പെൺമക്കളാണ് എനിക്ക്. 3 പെൺമക്കൾക്കും ക്യാൻസറാണ് ഉസ്താദ്. പടച്ചവനെ, മൂത്ത മകൾക്ക് മാറിടത്തിൽ ക്യാൻസർ 2 മാറും എടുത്തു മാറ്റി, പക്ഷേ ഫലമില്ല. അവൾ ഇപ്പോഴും രോഗത്തിന് അടിമയാണ്. അവളെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയി. കാരണം രോഗിയായ ഭാര്യയെ നോക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഇട്ടേച്ചു പോയി. ഉസ്താദേ, ആ ഒരു സങ്കടം താങ്ങാൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് എന്റെ 2ാമത്തെ മകൾ ഒരു ദിവസം കോളേജ് വിട്ടു വന്നിട്ട് പറയുന്നത്, ഉപ്പാ, എന്റെ വലത് വാരിയലിന്റെ ഭാഗത്ത് വല്ലാത്ത വേദനയുണ്ട്, വല്ലാത്തൊരു തടിപ്പും നിറമാറ്റവും അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ പൊന്നുമോളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പരിശോധിച്ചിട്ട് ഡോക്ടർമാര് പറഞ്ഞു, ക്യാൻസറാണ്. ഉസ്താദേ, ഇരിക്കക്കൂര വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല മക്കളെ ചികിത്സിക്കാൻ തീരുമാനിച്ചു. വീട് വിറ്റു, താമസിക്കുന്ന വീടും സ്ഥലവും വിറ്റു, കോട്ടേഴ്സിലേക്ക് താമസം മാറ്റി. 2 മക്കൾക്കും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോ 3ാമത്തെ 11 വയസ്സുള്ള പൊന്നുമോളും പറഞ്ഞുപ്പാ, എനിക്കെന്തോ തൊണ്ടയിൽ വല്ലാത്തൊരു വേദനയുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ എന്തോ പിടിക്കുന്ന പോലെയുണ്ട്. അവളെയും കൊണ്ടുപോയി പരിശോധിച്ചു. ഡോക്ടർമാര് പറഞ്ഞു, തൊണ്ടയിൽ ക്യാൻസറാ, 3 മക്കൾക്ക് ക്യാൻസറാണ്. പടച്ചവനെ, ആ മനുഷ്യൻ പറയാണ്, ഉസ്താദേ, ഒരു ദിവസം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു വരുമ്പോൾ ഒരു കുപ്പി വിഷം വാങ്ങിക്കൊണ്ടുവരുമോ, നമുക്ക് ഈ മക്കൾക്ക് കൊടുത്തിട്ടങ്ങ് മരിച്ചൂടെ? 3 മക്കളെ ഇനി നമ്മൾ എങ്ങനെ ചികിത്സിക്കാനാ? ഞാൻ ആദ്യം തീരുമാനിച്ചു അത് ചെയ്യാമെന്ന്. പിന്നെ എന്റെ മനസ്സ് പറഞ്ഞു, വേണ്ട റബ്ബേ, ഈ ദുനിയാവിൽ അനുഭവിക്കാനുള്ളത് മുഴുവനും അനുഭവിച്ചല്ലേ പറ്റൂ. ഞാൻ എന്റെ പെണ്ണിനോട് പറഞ്ഞു, വേണ്ട പെണ്ണേ, അല്ലാഹ് നമുക്ക് എന്തൊക്കെ ദുനിയാവിൽ കണക്കാക്കിയിട്ടുണ്ടോ അത് മുഴുവനും സംഭവിച്ചു കൊള്ളട്ടെ. ആ മനുഷ്യ
മനുഷ്യൻ പറയുന്നത് എന്തെന്നോ ഉസ്താദേ, ക്ഷമ കിട്ടാൻ ദുആ ചെയ്യണേ. കാരണം നട്ടപ്പാതിരാ സമയമാകുമ്പോ എന്റെ പൊന്നുമക്കൾ എണീറ്റിരുന്നിട്ട് റേഡിയേഷൻ ചെയ്ത് കരിച്ചു കളഞ്ഞ ഭാഗത്ത് എന്റെ മൂത്ത മോളെ മാറിടം എടുത്തു മാറ്റിയ ഭാഗത്തൊക്കെ പഴുപ്പ് വന്നിട്ട് വേദന സഹിക്കാൻ പറ്റാതെ എന്റെ മക്കള് നിലവിളിക്കുന്നത് പുറത്ത് കേൾക്കാതിരിക്കാൻ അവർ തന്നെ അവരുടെ തട്ടം തൊള്ളയിലേക്ക് വായിലേക്ക് തിരികെ വെച്ചിട്ട് എന്റെ പൊന്നുമക്കള് കരയുന്നത് കാണാം. അവര് കരയുന്ന ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ തട്ടത്തിന്റെ തലയെടുത്ത് വായിലേക്ക് തിരികെ വെച്ചിട്ട് എന്റെ മക്കള് വേദന തിന്ന് കരയുന്നത് ഉറങ്ങാതെ മാസങ്ങളായി ഇരിക്കുന്നത് കാണുകയാ. എനിക്കും എന്റെ പ്രിയപ്പെട്ടവൾക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ്. ക്ഷമ കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹു ശിഫ നൽകട്ടെ. പടച്ചവനെ, ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെയൊന്നും കുടുംബങ്ങളിൽ അത്തരമൊരു അവസ്ഥ നീ തരല്ലേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വിവിധങ്ങളായ പേര് പറയാൻ കഴിയാത്ത ചികിത്സയില്ലാത്ത രോഗങ്ങൾ വരുമെന്ന്. ഒരു ദിവസം വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം സിയാറത്തിന് വേണ്ടി പോയി. സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞും പിന്നെ 1-2 സ്ത്രീകളും അവിടെ നിൽക്കുന്നുണ്ട്. ഉസ്താദേ, ഈ കുഞ്ഞിനെ ഒന്ന് ദുആ ചെയ്യും, മന്ത്രിച്ചിട്ട് ദുആ ചെയ്യുമോ? ഞാൻ വളരെ മനസ്സിലൊരു പേടിയും അതോടൊപ്പം ഒരു വല്ലാത്തൊരു സങ്കടവും. കാരണം ചെറിയ കുഞ്ഞ്, ഏറി വന്നാൽ 1-2 വയസ്സ്. പക്ഷേ അതിന്റെ തല ഇങ്ങനെ വളർന്നു വന്നിട്ട് വലിയൊരു തലയായി, തല ഇങ്ങനെ ചുവന്ന് തുടുത്തു നിൽക്കുന്നു. നമുക്ക് കണ്ടാൽ തോന്നും ആ തലമൊന്ന് തൊട്ടാൽ മതി, അത് പൊട്ടിയിട്ട് രക്തം പുറത്തു വരുമെന്ന് തോന്നും. അങ്ങനെ തല വലുതായി വളരെ വലിയ തലയുമായി ഒരു പാവപ്പെട്ട 1-2 വയസ്സ് പ്രായമായ ഒരു കുഞ്ഞ്. ആ പിതാവ് പറയുകയാണ്, ഉസ്താദ്, എന്റെ കുഞ്ഞ് മരിക്കുമെന്ന കാര്യം ഉറപ്പാ. പക്ഷേ എന്ന് ഡോക്ടർമാർക്ക് പറയാൻ കഴിയില്ല. മഹാന്മാരെ തൗഫീഖ് കൊണ്ട് എന്റെ പൊന്നുമോന് ശിഫ കിട്ടാൻ, രോഗം മാറിക്കിട്ടാൻ ദുആ ചെയ്യാൻ എല്ലാ മഖാമു കൂടെ ഇങ്ങനെ പോവാണ്. ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണേ. പടച്ചവനെ, ഞാൻ ചോദിച്ചു, സഹോദരാ, ചികിത്സിക്കുന്നില്ലേ? ചികിത്സയൊന്നുമില്ല ഉസ്താദേ. ഇതെന്ത് രോഗമാണെന്ന് ഡോക്ടർമാർക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി പറയാണ്, ഒരു മരുന്നും കണ്ടെത്താത്ത രോഗങ്ങൾ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചവനെ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ പൊന്നാര മക്കളിലും അത്തരം രോഗങ്ങൾ നീ തരല്ലേ റഹ്മാനെ. പടച്ചവനെ, അത്തരം രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. ആലോചിക്കണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി എണ്ണി പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇന്ന് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, അല്ലേ? ഇതൊക്കെ ഇന്ന് നമ്മുടെ മുമ്പിലില്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഖിയാമത്ത് നാള് പ്രതീക്ഷിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിപ്പോ ഒരുങ്ങി തയ്യാറായി വന്നതിന്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പറയാൻ ഒരുങ്ങി വന്നതിന്റെ ഒരു ഭാഗത്തു കൂടെ ഞാൻ ഒന്നിങ്ങനെ ഓടിച്ചു പോയിട്ടുള്ളൂ. ഇനിയും നമ്മുടെ കൺമുമ്പിൽ ഒരുപക്ഷെ നമ്മൾ പലരും ആ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടവരായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മാതാവിനേക്കാൾ ഭാര്യയ്ക്കും പിതാവിനേക്കാൾ കൂട്ടുകാരനും സ്ഥാനം കൊടുക്കുന്ന ഒരു തലമുറ വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ
മാതാവിനേക്കാൾ ഉമ്മയേക്കാൾ സ്ഥാനം ആര്യക്ക് കൊടുക്കുക? ഭാര്യക്ക് കൊടുക്കുക. ഉമ്മാനേക്കാൾ സ്ഥാനം ആണോ? അങ്ങനെയാണോ വേണ്ടത്? ഉമ്മാനേക്കാൾ സ്ഥാനം ഭാര്യനെ സ്നേഹിക്കണ്ട. അപ്പൊ പെണ്ണുങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന പടച്ചോൻ അല്ലെങ്കിൽ തന്നെ കുടിയിൽ പോലാപ്പ ഇയാൾ ഇനിയിപ്പോ ഇതും കൂടെ പറഞ്ഞ് ഇനി പറയും വേണ്ട. ഭാര്യമാരെ സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണം അല്ലേ? നമ്മളൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മളെ കൂട്ടത്തിൽ അധികം ആളുകൾ. ഇപ്പൊ പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര പരാതിയാ. കുട്ടികളെ വാപ്പാക്ക് പണ്ടത്തെ പോലെ ഒരു സ്നേഹമല്ലോ ഉസ്താദേ. പണ്ട് നിങ്ങളെ ബാപ്പക്ക് ഞാൻ മധുരപ്പനം ചക്കര, 4 മക്കളെ തള്ളയായപ്പോ ഉണങ്ങി കരിഞ്ഞ കൊപ്പര. പെണ്ണുങ്ങൾക്കൊക്കെ പരാതിയാ ഉസ്താദേ, കുട്ടികളെ വാപ്പാക്ക് പണ്ടത്തെ പോലെ ഒരു സ്നേഹമല്ല, വേറൊരു കണക്ഷൻ ഉണ്ടോന്നൊരു തോന്നലുണ്ട്. ഉസ്താദ് വേർക്കണേ. പെണ്ണുങ്ങൾക്കൊക്കെ പരാതിയാ. ഭാര്യമാരെ സ്നേഹിക്കണം, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല. എങ്ങനെ അറിയോ? പണ്ടൊരാള് പള്ളിക്കുന്ന ഉസ്താദ് വയലു പറഞ്ഞു, ഭാര്യമാരെ സ്നേഹിക്കേണ്ടതിന്റെ മഹത്വത്തെ കുറിച്ച് നല്ലോണം വയലു പറഞ്ഞപ്പോ ഒരാൾ തീരുമാനിച്ചു, ഇന്നു മുതൽ ഞാൻ എന്റെ ഭാര്യനെ സ്നേഹിച്ചു കൊല്ലും. ഓൾക്ക് നീ ആ സ്നേഹം കൊണ്ട് ഇന്നു മുതൽ ഞാൻ മൂടും. അയാൾ തീരുമാനിച്ചു. അങ്ങനെ ഇയാള് ആ തീരുമാനം എടുത്തുകൊണ്ട് നേരെ വീട്ടിൽ ചെല്ലുക. പള്ളിയിൽ നിന്ന് ചെന്നപ്പോ ഓൾ അടുക്കളയിലാണ്. കരിയും പുകയൊക്കെതായി ആകെ വിയർത്ത് കുളിച്ച് ഓൾ അടുക്കളയിലാണ്. അങ്ങനെ ഇയാൾ ചെന്നപ്പോ തന്നെ മോളെ വിളിച്ചിട്ടാ ചെല്ലണം. പടച്ചോനെ കെട്ടിയിട്ട് ആ മനുഷ്യന്റെ വായിന്ന് അങ്ങനത്തെ വിളികള് കേട്ടിട്ടില്ല. അപ്പൊ തന്നെ ഇവൾക്ക് എന്തോ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഇയാൾ അടുക്കളയിൽ ചെന്ന് ഓളെ വിളിച്ചിട്ട്, എന്താ പന്റെ ചേലും കോലോ? ഇവിടെ അന്റെന്ന് പറയാൻ പറ്റുമോ? അന്റെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ അന്റെന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം അല്ലേ? ഞങ്ങളവിടെ അന്റെ എന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കണം എന്റെ പേരെന്താ. അപ്പൊ അവരോട് ഞങ്ങൾ ചോദിക്കുന്ന പ്രയോഗമാണ് ഞങ്ങളുടെ നാട്ടിലെ അന്റെ. ഇത് ഭയങ്കര പൊട്ടത്തരാണ്. കാരണം ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരുത്തിനോട് ചോദിച്ചാൽ എന്റെ പേരെന്താ, മോനോട് ചോദിച്ചാൽ എന്റെ പേര് അനക്ക് എങ്ങനെ അറിയാം? അപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. ഇവിടെ അന്റെ എന്ന് പറഞ്ഞാല് വാക്ക് മാറിപ്പോയി. പോട്ടെ. അപ്പൊ ഇയാള് വന്നിട്ട് ഇവിടെ അടുത്തേക്ക് വിളിച്ചിട്ട്, എന്താ സൈനോ ഇപ്പൊ നിന്റെ കോലം ചേലൊക്കെ ആകെ വാടി കരിഞ്ഞ് ഒക്കെ പറഞ്ഞിങ്ങനെ ഇയാൾ ഓളെ തലയിലെ മുടിയൊക്കെ ഇങ്ങനെ മാടി ഒതുക്കി കൊടുത്ത് കീശന്ന് തവോലെടുത്തിട്ട് ഓളെ മുഖത്തെ വീർപ്പൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്തപ്പോ ഓള് കൈ രണ്ടിങ്ങനെ ബാക്കിക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞ്, ഇനി ആകെ ഈ ഒരു വളയും കൂടെ ഉള്ളൂ, ഇത് ഞാൻ തരൂല. മനസ്സിലായില്ല? കാരണം ഓൾക്കറിയാം ഈ ചെങ്ങ എപ്പോഴൊക്കെ സ്നേഹം കാട്ടിക്കണം. അപ്പൊ ഓരോരോ ആഭരണങ്ങള് ഓരോന്ന് ഊരിക്കൊണ്ടിട്ടുണ്ട്. അങ്ങനത്തെ സ്നേഹമല്ല വേണ്ടത്. ഭാര്യമാരെ സ്നേഹിക്കണം, ജീവനെ പോലെ സ്നേഹിക്കണം. ഭാര്യമാരെ നമ്മൾ സ്നേഹിക്കണം, ജീവനെ പോലെ സ്നേഹിക്കണം. അപ്പൊ ഉമ്മാനെ വാപ്പാനെ എങ്ങനെ സ്നേഹിക്കണം? ജീവനെക്കാൾ ആരെ സ്നേഹിക്കണം? ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കണം. ഭാര്യമാർക്ക് നമ്മൾ എത്ര സ്നേഹം വാരിക്കോരി കൂടുതൽ ഓർക്ക് തയ്യില്ല. നമ്മളോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ട്. എത്ര സ്നേഹമുണ്ട്? ഞാൻ എന്നെ എങ്ങനെ സ്നേഹിക്കണം അതേപോലെ നിന്നെ സ്നേഹിക്കണം. ഓ അത്രേ ഉള്ളൂ. അപ്പൊ ഞമ്മക്ക് സ്ഥാനല്ലേ? നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓല അതിന്റെ മേലേക്ക് ചിന്തിക്കുള്ളൂ. ആയിഷ ബീവി ഒരിക്കൽ റസൂലുള്ളാഹിനോട് ഈ ചോദ്യം ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ പുറത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞ് രാത്രിയാണ്. ആയിഷ ബീവിന്റെ മടിയിൽ റസൂലുള്ളാഹി ഇങ്ങനെ തലയും വെച്ച് കണ്ട് കിടക്കുക. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സ്നേഹമുണ്ട്. എത്ര സ്നേഹമുണ്ട്? റസൂൽ അങ്ങനെ ചിന്തിച്ചു. എത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ 30 രൂപ കൊടുക്കും. എത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ഉള്ളൂ എന്ന് ചോദിക്കും. റസൂൽ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് ഈ ആകാശ നക്ഷത്രങ്ങളെ കാണുന്നുണ്ടോ? ഉണ്ട്. അതിന്റെ എണ്ണ എത്ര ഉണ്ടാവും? അല്ലാഹു അലം, എനിക്കറിയില്ല. അതിന്റെ എണ്ണ അല്ലാഹ്ക്കല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റുമോ? എന്നാൽ അത്രക്ക് സ്നേഹം എനിക്ക് നിന്നോടുണ്ട്. കാരണം നിന്നോടുള്ള സ്നേഹത്തിന്റെ കണക്ക് നക്ഷത്രങ്ങളെ കണക്ക് അല്ലാഹ്ക്കല്ലേ അറിയുള്ളൂ. അതേപോലെ അത്രക്ക് സ്നേഹം എനിക്ക് നിന്നോടുണ്ട്. ഇങ്ങനെ ഹിക്മത്ത് കൂടെ ഉള്ളൂ ഇവരൊക്കെ വായടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഭാര്യമാരെ സ്നേഹിക്കണം, ജീവനെ പോലെ സ്നേഹിച്ചോ. പക്ഷെ ജീവനേക്കാൾ ആരെ സ്നേഹിക്കണം? മാതാവിനെ സ്നേഹിക്കണം, ഒരു സംശയവുമില്ല. അതുപോലെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുന്നു, റസൂലുള്ളാഹി പറയുകയാണ്, പിതാവിനേക്കാൾ ഫ്രണ്ട്സിന് കൂട്ടുകാർക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു തലമുറ. ഓന്റെ ഉപ്പാനേക്കാൾ വലുത് ആരായിരിക്കും? ബാപ്പ 10 വിളി വിളിച്ചാൽ പഹം വിളിക്കൂല. കൂട്ടുകാരൻ്റെ ഒരു മിസ് കോൾ വന്നാൽ മതി, മിസൈല് പോണ പോലെ പടച്ചോനെ അല്ലേ?
ഉപ്പാക്ക് ഒരു വിലയും കൊടുക്കാതെ കൂട്ടുകാർക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കുന്ന ഒരു തലമുറയെ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ശഫീഉൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ബോധം നൽകട്ടെ. മുഅ്മിനീങ്ങളെ ആലോചിക്കണേ, ഖിയാമത്ത് നാൾ വെളിപ്പാടകലയുണ്ട്, ഖിയാമത്ത് നാൾ വെളിപ്പാടകലയുണ്ട്. പോയത് വരെ ഇത്രത്തോളം ഇനി വണ്ടി ഓടൂല, ഓടിയ മൈലേജ് ഇനി കിട്ടൂല. ഖിയാമത്ത് നാൾ തൊട്ടടുത്തുണ്ട്. അതുകൊണ്ട് ആ ഖിയാമത്ത് നാളിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണേ, നമ്മൾ ഒരുങ്ങണേ. അതിനുവേണ്ടി അമലധികരിപ്പിക്കാൻ, പടച്ച റബ്ബ് പൊരുത്തപ്പെടുന്ന മാർഗത്തിലൂടെ ജീവിക്കാൻ അല്ലാഹുവിലേക്ക് ഒരുങ്ങി തയ്യാറാവുക. ഖിയാമത്ത് നാളിന്റെ അവസാനത്തെ അടയാളം കൂടെ ഞാൻ പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു കൊടുത്ത സമ്പത്ത് കൊണ്ട് ദുനിയാവ് വാങ്ങിക്കൂട്ടും, ദീനിനെ അവഗണിക്കുകയും ചെയ്യും. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അല്ലാഹു കൊടുത്ത സമ്പത്ത് കൊണ്ട് ദുനിയാവ് വാങ്ങിക്കൂട്ടും, ദീനിനെ അവഗണിക്കും. ദീന് വാങ്ങാൻ തയ്യാറാകൂല. പണം കൊടുത്തിട്ട് ദീന് വാങ്ങാൻ തയ്യാറാവൂല. പണം കൊടുത്തിട്ട് ദുനിയാവ് വാരിക്കൂട്ടുന്നതാണ് ഈ ഒരു കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അല്ലാഹു തന്ന പണാണ്. ആ പണം കൊണ്ട് ദുനിയാവ് നല്ലോണം വാരിക്കൂട്ടും. വയലിന്റെ ബക്കറ്റിക്ക് 10 രൂപ ഇടും, വയലിന്റെ ബക്കറ്റിക്ക് 10 രൂപ ഇടും. വേറെ വല്ല ആവശ്യത്തിനും ഓനെ എത്ര ചെലവാക്കുന്ന കണക്കുണ്ടാവില്ല. അപ്പോ അല്ലാഹു തന്ന പണം കൊണ്ട് ദുനിയാവ് വാങ്ങിക്കൂട്ടും. പക്ഷേ ആ പണം കൊണ്ട് ആഖിറം വാങ്ങാൻ തയ്യാറാവുകയില്ല. ആഖിറത്തെ ദീനിനെ അവഗണിക്കുന്നതാണ്. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നിങ്ങളെ നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾക്ക് അല്ലാഹു തന്ന പണം കൊണ്ട് നമ്മൾ എത്ര ദുനിയാവിന് വേണ്ടി ചെലവഴിക്കുന്നു, എത്ര ആഖിറത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, ആ ഒരു കണക്ക് നമ്മൾ എടുത്താൽ മതി. എന്നാൽ തന്നെ നമുക്ക് ബോധം കിട്ടും. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. എന്റെ പ്രിയപ്പെട്ടവരോട് അവസാനമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് ഇവിടുന്ന് ഒരു ആഖിറം വാങ്ങിക്കൂടെ? നമുക്ക് ഇവിടുന്ന് ഒരു ആഖിറം വാങ്ങിക്കൂടെ? അല്ലാഹു തന്ന പണം കൊണ്ട് ദുനിയാവ് വാങ്ങുന്നതിനപ്പുറം ഈ പരിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ടുവന്ന ആഖിറം വാങ്ങാൻ, ആഖിറം സലാമത്താവാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്തിന്റെ മജ്ലിസാണ്. മഹാനായ അല്ലാഹുവിന്റെ വലിയന്റെ ഹളറത്തിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ പേരക്കിടാവ് ദുആ ചെയ്ത് തുടങ്ങിയ മജ്ലിസാണ്. ഇൽമിനെ പറഞ്ഞ മജ്ലിസാണ്. ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹബീബിന്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. ആ ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 നിയ്യത്ത് മനസ്സിൽ വെക്കുക. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ ഒന്ന് മനാമിൽ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണണം. ആരോഗ്യമുള്ള സമയത്ത് ആവേശത്തോടെ ഹജ്ജും ഉംറയും ചെയ്യാൻ ഹറമിലെത്തുകയും വേണം. ഈ ഒരു നിയ്യത്ത് മനസ്സിൽ വെക്കുക. ഈ 2 നിയ്യത്ത് മനസ്സിൽ വെക്കുക. ഒന്ന്, മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണണം. 2, ആരോഗ്യമുള്ള സമയത്ത് ആഫിയത്തോടെ ഇൻഷാ അല്ലാഹ് ഒന്ന് ഹറമിൽ മഖ്ബൂൽ മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഹറമിലെത്തണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الرحيماയ രാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഈ പരിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഓതിയ ഫാത്തിഹകളെയും പരിശുദ്ധ ഖുർആനിനെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകളെയും തഹ്ലീലുകളെയും സ്വലാത്തുകളെയും ചെയ്ത സംഭാവനകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ സ്വർഗ്ഗലോകത്ത് കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായി എണ്ണമില്ലാത്ത വിധം ദോഷങ്ങൾ ചെയ്തു പോയ
പാപികളാണ് റബ്ബേ, ഞങ്ങള് ദോഷികളാണ് റഹ്മാനെ, തമ്മാടികളാണ്, ധിക്കാരികളാണ്, അഹങ്കാരികളാണ്. അല്ലാഹുവേ നീ ദയാലുവല്ലേ അല്ലാ, നീ കരുണക്കടലല്ലേ റബ്ബേ, നീ എല്ലാം പുറത്തു തരുന്നവനല്ലേ. സാധുക്കളായ ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ, ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ, ദയ കാണിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്. ഒരുപാട് ആളുകൾ ഞങ്ങളോട് മുറാദ് ഹാസിലാവാൻ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. പടച്ചവനെ, അവർക്കും ഞങ്ങൾക്കും കുടുംബത്തിനും ബന്ധപ്പെട്ടവർക്കുമുള്ള എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാ, ആഗ്രഹങ്ങൾ വീട്ടി തരണേ അല്ലാ, ആവശ്യങ്ങൾ നിറവേറ്റി തരണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാ. പടച്ചവനെ, അവർക്കും ഞങ്ങൾക്കും മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദര സഹോദരിമാർക്കും ബന്ധുമിത്രാദികൾക്കും പൊന്നാര മക്കൾക്കും പടച്ചവനെ ക്യാൻസർ നൽകല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ തമ്പുരാനെ, മാരകമായ രോഗങ്ങൾ തരല്ല അല്ലാ, ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന രോഗങ്ങൾ തരല്ലേ റഹ്മാനെ. പടച്ചവനെ, ഏതെങ്കിലും രോഗങ്ങൾ ഞങ്ങൾക്ക് നീ ഖലാ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, ഒരു പക്ഷേ ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടായിരിക്കാൻ നീ ഞങ്ങളെ പരീക്ഷിക്കുന്നത്. പടച്ചവനെ, ഞങ്ങൾ നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു, തട്ടി മാറ്റല്ലേ അല്ലാ. അവരിലും ഞങ്ങളിലുമുള്ള രോഗാണുക്കളെ കരിച്ച് കളയണേ അല്ലാ. പടച്ചവനെ, മാറുന്നതും മാറാത്തതുമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈമാൻ നഷ്ടപ്പെടുന്ന മരണം തരല്ലേ റഹ്മാനെ. പടച്ചവനെ, നടുറോട്ടിൽ ചതഞ്ഞരയുന്ന മരണം തരല്ലേ അല്ലാ. വാഹനം വെട്ടിപ്പൊളിച്ച് മയ്യത്ത് പുറത്തെടുക്കേണ്ടി വരുന്ന മരണങ്ങളിൽ പെടുത്തല്ലേ തമ്പുരാനെ. അല്ലാഹ്, മരിച്ചിട്ട് ഞങ്ങളെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്ന മരണം തരല്ലേ റഹ്മാനെ. മോർച്ചറിയിൽ ഞങ്ങളെ മയ്യത്ത് തിരിച്ചറിയാതെ കിടക്കുന്ന മരണത്തിൽ പെടുത്തല്ലേ റബ്ബേ. ആത്മഹത്യ പോലുള്ള മരണം തരല്ല റഹ്മാനെ. അന്യന്റെ കരങ്ങളിൽ ഞങ്ങളെ മരണം നീ നൽകല്ലേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ മരണം കൊണ്ട് മറ്റുള്ളവർ ആഘോഷിക്കുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. അതാ ഞങ്ങള് ജീവിച്ചിരിക്കെ ഞങ്ങളെ പൊന്നുമക്കളെ ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചെടുക്കല്ലേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്ക് മുഴുവനും നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, റാഹത്തും സലാമത്തും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാ. ജോലി തേടുന്നവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. കച്ചവടം ചെയ്യുന്നവരെ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ജീവിത മാർഗമായി കടലിൽ പോകുന്നവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. അവർക്ക് ആവശ്യമുള്ളത് നീ നൽകണേ അല്ലാ. പടച്ചവനെ, പെൺമക്കളെ കെട്ടിക്കാൻ പ്രായമായി വിഷമത്തോടെ കഴിയുന്നവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് എത്രയും പെട്ടെന്ന് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജീവിത മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. റാഹത്തും സലാമത്തും നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ ഇന്ന് ദുനിയാവിൽ നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.